ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത് ഞാനീ പറയുന്ന ഒരു ഫോട്ടോ. ഈ ഫോട്ടോ ഞാൻ ആദ്യമായിട്ട് വീഡിയോ കാണിച്ചു തരാം. ആദ്യമായിട്ടാണ് ഈ ഫോട്ടോയെക്കുറിച്ച് പറയുന്നതും. ഈ ഒരു പ്രത്യേകതയുള്ള ഫോട്ടോയാണ്. ഈ ഫോട്ടോ സാധാരണ വീടുകളിൽ മിക്കവാറും വീടുകളിലൊന്നും കാണാറില്ല. പക്ഷേ ഈ ഫോട്ടോ നിങ്ങളൊന്ന് വാങ്ങി നിങ്ങളൊന്ന് വെച്ചു നോക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതകരമായ രീതിയിൽ മാറ്റങ്ങൾ ഉണ്ടാകും, യാതൊരു സംശയവും വേണ്ട. ഏതെങ്കിലും ഒരു ഫോട്ടോയ്ക്ക് എത്ര രൂപയാകും കൂടിപ്പോയാൽ? ആവശ്യമുള്ളവർ ചെയ്യുക. കാരണം അത്ഭുതകരമായ ഒരു കാര്യമാണ്. ആ ഫോട്ടോയുടെ പ്രത്യേകത എന്താണ്? അത് ഞാൻ മിക്കവാറും വീടുകളിലൊന്നും ആ ഫോട്ടോ കാണാറേ ഇല്ല. ഞാൻ ആദ്യമായിട്ടാണ് ഈ ഫോട്ടോയെക്കുറിച്ച് പറയുന്നത്. പ്രത്യേകതയുള്ളൊരു ഫോട്ടോയാണ്. ഈ ഫോട്ടോ നിങ്ങളുടെ വീട്ടിൽ വെച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകും, യാതൊരു സംശയവും വേണ്ട. നിങ്ങളിപ്പോൾ എത്ര ദാരിദ്ര്യാവസ്ഥയിൽ കഴിയുന്നവരാണേലും നിങ്ങൾക്ക് പുതിയ ഒരുപാട് മാറ്റങ്ങൾ, ഭൂമി മേടിക്കാൻ പറ്റും, വീട് വെക്കാൻ പറ്റും, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ളവർക്ക് സാമ്പത്തികം നല്ല രീതിയിൽ ഉണ്ടാകും, സമ്പത്തും ഐശ്വര്യവും വെച്ചടി കയറി വരും. ചെയ്തു നോക്കുക. ലളിതമായ കാര്യമാണ്, ഏതൊരാൾക്കും ചെയ്യാവുന്ന കാര്യമാണ്. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ പറയുന്നുണ്ട്. നിങ്ങളത് വിശദമായിട്ട് കാണുക. എല്ലാവർക്കും പ്രയോജനം ചെയ്യണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നല്ല കാര്യമാണ്. ആ ഫോട്ടോ ഏത് തരത്തിലുള്ള ഫോട്ടോയാണ്, അതിൻ്റെ പ്രത്യേകത എന്താണ്, അത് എങ്ങനെയാണ് വെക്കേണ്ടത്, ആ വെച്ച് കഴിയുമ്പോൾ അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങളുണ്ട്. അത് മനസ്സിലാക്കി വേണം ചെയ്യാൻ, നന്നായിരിക്കും. പിന്നെ ഞാൻ ഒരു സിദ്ധ മന്ത്രം പറഞ്ഞു തരുന്നുണ്ട്. ഒരു സിദ്ധ മന്ത്രം നിങ്ങൾ എഴുതി വെച്ചു. നിങ്ങൾ ആ മന്ത്രം ജപിച്ചാൽ, കൃത്യമായിട്ട് ജപിച്ചാൽ നിങ്ങളുടെ എല്ലാ തടസ്സങ്ങളും മാറിക്കിട്ടും. വിശ്വാസത്തോടെ ആ മന്ത്രം ജപിച്ചാൽ. ഈ സിദ്ധ മന്ത്രം ശരിക്കും പറഞ്ഞാൽ ഇത് ആരും പറഞ്ഞു തരത്തില്ല. ഞാൻ പറഞ്ഞു തരുന്ന ഒരൊറ്റ കാരണം, ഈശ്വര, ഇത് ഞാൻ ജീവിതത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ച മനുഷ്യനാണ്. ഞാൻ പലരുടെയും ദിവസവും എത്രയോ ആളുകളുടെ ബുദ്ധിമുട്ടുകൾ കേൾക്കുന്ന ഒരു മനുഷ്യനാണ്. ചിലപ്പോൾ ഞാൻ ഈ മന്ത്രം ജപിച്ച് ഒരുപാട് ആളുകൾക്ക്, ഞാനും എൻ്റെ അനുഭവത്തിലും ഒരുപാട് തടസ്സങ്ങൾ മാറിക്കിട്ടിയിട്ടുണ്ട്. അത്ഭുതകരമായ സിദ്ധമന്ത്രമാണ്. അപ്പോൾ അത് ഒരു ചെറിയ വരിയേ ഉള്ളൂ, അതും ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. ഇത് എന്തിനാണെന്ന് പറയുന്നറിയോ? വീഡിയോ നിങ്ങൾ മുഴുവൻ കാണണം, അതുകൊണ്ടാണ് പറയുന്നത്. കാരണം അറ്റം മൂലം കണ്ടിട്ട് പോയിട്ട് എന്നോട് വാട്സപ്പിൽ ചോദിക്കരുത്. അതിനെ പറഞ്ഞു തരുന്നത്. മൂന്നാമത് പറയാൻ പോകുന്നത്, എത്ര മദ്യപാനി ആയിക്കോട്ടെ, ബഹളം ഉണ്ടാക്കുന്നവനായിക്കോട്ടെ, വഴക്കാളി ആയിക്കോട്ടെ, അവരെ കൊണ്ടുവരുന്ന ഒരു കാര്യമുണ്ട്. അത് ഞാൻ പറയാൻ കാര്യം, ഞാനത് പറഞ്ഞു കൊടുത്ത് ഒരുപാട് ആളുകൾക്ക് അനുഭവമായ കാര്യമാണ്. ശിവക്ഷേത്രത്തിൽ ചെയ്യേണ്ട ഒരു കാര്യമാണ്. എത്ര മദ്യപാനിയും വഴക്കാളിയും പ്രശ്നക്കാരനും ഒക്കെ ആണേലും അതെല്ലാം ഏത് സ്വഭാവം മോശമായിട്ടുള്ളവർ, അവർ വരച്ച വരയും നല്ല രീതിയിൽ വരും, മിടുക്കന്മാരാകും, നല്ല സ്വഭാവമാകും, രക്ഷപ്പെടും. അതിനുള്ള ഒരു കാര്യം പറയുന്നുണ്ട്. പിന്നെ നിങ്ങളുടെ ജീവിതം എന്നേക്കുമായി മാറ്റുന്ന ചില രഹസ്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്. അതാരും പറഞ്ഞു തരത്തില്ല. അങ്ങനെയുള്ള, അതുകൊണ്ട് ഈ വീഡിയോ മുഴുവൻ കാണണം, മനസ്സിലാക്കണം. നിങ്ങളുടെ എല്ലാം ജീവിതത്തിൽ ഗുണമുണ്ടാകും, യാതൊരു സംശയവും വേണ്ട. ഞാൻ ഭഗവാൻ പരമേശ്വരനും പാർവ്വതീദേവിയുടെ പാദത്തിൽ സമർപ്പിച്ചുകൊണ്ടാണ് പറയുന്നത്. അതുപോലെയുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഞാനൊരു 2-3 ദിവസമായിട്ട് വീഡിയോ ഇടുന്നില്ലായിരുന്നു. അപ്പം അതെനിക്ക് ചെറിയ പനി ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഒരാഴ്ചയായിട്ട് ഞാൻ വീഡിയോയിൽ ഇട്ടാൽ തന്നെയും എനിക്ക് അത്ര ഞാനൊരു അധികം കാര്യങ്ങൾ പറയുന്നില്ലായിരുന്നു. ഒരാഴ്ചയായിട്ട് ഞാൻ അല്പം മൗനത്തിലായിരുന്നു. ഞാൻ ഇടയ്ക്ക് ജീവിതത്തിൽ ഇതുപോലെ ചെറിയ മൗനങ്ങളെടുക്കും. ആ സമയത്ത് മുഴുവൻ ആ ഈശ്വര ചിന്തയായിരിക്കും. ആ മൗനത്തിന് ശേഷം ഒരു തിരിച്ചുവരവുണ്ട്. അപ്പോൾ അങ്ങനെ വന്ന് ഞാൻ ഇടുന്ന പുതിയ വീഡിയോ ആണിത്. ആ വരവിൽ നമുക്ക് ചില കാര്യങ്ങൾ ഈശ്വരൻ തരും. അങ്ങനെയുള്ള കാര്യങ്ങളാണ് നിങ്ങളോട് പറഞ്ഞു തരുന്നത്. അപ്പം അത് വേറെ എങ്ങൊന്നും കിട്ടത്തില്ല. ഉറപ്പായിട്ടും 100% ശരിയായിട്ട് മനസ്സിലാക്കി ചെയ്യുന്നവരുടെ ജീവിതത്തിൽ മാറ്റം വന്നിരിക്കും. ഈ ഒരൊറ്റ വീഡിയോ പറയുന്ന കാര്യം തന്നെ. പക്ഷെ നിങ്ങളെല്ലാ വീഡിയോയും കാണണം, എല്ലാ അറിവുകളും മനസ്സിലാക്കണം, എഴുതി വെക്കണം. അതൊക്കെ ആവശ്യമുള്ളപ്പം പ്രയോജനപ്പെടുത്താം. പക്ഷേ ഈ വീഡിയോ നിങ്ങളുടെ തലയിലെടുത്ത് മാറ്റിയിരിക്കും മനസ്സിലാക്കി ചെയ്യുന്നവരുടെ. മുഴുവൻ കാണണം. ഒരു വരി, ഒരു സെക്കൻഡ് പോലും വിട്ടുപോകരുത്. ഇതിനകത്ത് ഞാൻ പറയുന്ന കാര്യങ്ങൾ അതുപോലെയുള്ള നല്ല കാര്യങ്ങളാണ്, അനുഭവമുള്ള കാര്യങ്ങളാണ്. ഞാനൊരു 2-3 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം
തിരിച്ചു വന്നിരിക്കുകയാണ്. അങ്ങനെയുള്ള എൻ്റെ ആ വരവിന് വളരെ ശക്തമായിട്ടുള്ള വരവാണ്. ഐ കം ബാക്ക്. അപ്പോൾ എനിക്ക് കൂടുതൽ ഈശ്വരീയമായ ഒരു അനുഗ്രഹങ്ങൾ ആർജിക്കാനും ഒക്കെ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പറയുന്നത് അതുപോലെയുള്ള കാര്യങ്ങളാണ് പറഞ്ഞു തരുന്നത്. അപ്പം ഞാൻ ഈ വീഡിയോയിലേക്ക് വരാം, വിശദമായിട്ട് പറഞ്ഞുതരാൻ മുമ്പ് ഒരു കാര്യം പറയുകയാണ്. നേരിട്ട് കൺസൾട്ടിങ് ഇല്ല, വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ. സംഖ്യ, ജ്യോതിഷ, ഹസ്തരേഖ, ഗ്രഹനില ഇതൊക്കെയാണ് ചെയ്യുന്നത്. അത് ആവശ്യമുള്ളവർ വാട്സപ്പിൽ ഇടുക, ഫ്രീയാകുമ്പോൾ ഞാൻ റിപ്ലൈ തരും. ചെയ്യുന്ന രീതി പറയും. ഞാൻ നല്ല കാര്യം മാത്രമേ പറയാറുള്ളൂ. അത് ആവശ്യമുള്ളവർ ചെയ്യുക, അല്ലാത്തവർ ചെയ്യാതിരിക്കുക. ചെയ്താലും സന്തോഷം, ചെയ്തില്ലെങ്കിലും സന്തോഷം. നമുക്കതൊന്നും വിഷയമല്ല. നമ്മൾ ചെയ്യുന്നത് ആത്മാർത്ഥത കൂടി ആ പരമേശ്വരനിൽ സമർപ്പിച്ചുകൊണ്ട് നല്ല കാര്യങ്ങൾ മാത്രമേ പറയത്തുള്ളൂ. ഇനിയും ഫോൺ വിളിച്ചാൽ കിട്ടത്തില്ല, നേരിട്ട് വന്നാലും നോക്കാൻ പറ്റത്തില്ല. കാരണം വാട്സപ്പിലെ വർക്ക് തന്നെ സമയത്തിന് തീരുന്നില്ല. ഞാൻ ഫ്രീ ആകാറേ ഇല്ല. സത്യമാണ് പറയുന്നത്, ഭഗവാന്റെ മുന്നേ വെച്ചാൽ പറയുന്നത്. അപ്പോൾ അത് പുതിയതായിട്ട് വീഡിയോ കാണുന്നവരുണ്ടായിരിക്കും, ആ നിലയിൽ പറയുന്നതാണ്. ഫോൺ വിളിച്ചാലും കിട്ടത്തില്ല, നേരിട്ട് വന്നാലും നോക്കാൻ പറ്റത്തില്ല. വാട്സപ്പിൽ ഇടുക, ഫ്രീ ആകുമ്പോൾ റിപ്ലൈ തരും. എല്ലാവരും പറ്റത്തില്ല, പറ്റുന്നവർക്ക് കേട്ടോ. അപ്പോൾ ഇനി ഈ വിഷയത്തിലേക്ക് വരികയാണ്. ഇതെല്ലാ വീഡിയോയിലും പറയുന്നതിൻ്റെ കാര്യം പുതിയതായിട്ട് വീഡിയോ കാണുന്നവരുണ്ടായിരിക്കും, ആ നിലയിലാണ് പറയുന്നത്. അപ്പോൾ ഞാൻ തയ്യാറായി, നിങ്ങളും തയ്യാറായിക്കൂ. ജീവിതത്തിൽ വലിയ ജീവിതം ആ ഈശ്വരാധീനത്താൽ പുതിയ പുതിയ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോവുകയാണ്. അതിനുള്ള ദിവ്യമായ അറിവുകളാണ് പറഞ്ഞു തരുന്നത്. അപ്പോൾ അത് ആദ്യം പറയാൻ പോകുന്നത് ഒരു ഫോട്ടോയെക്കുറിച്ചാണ്. ആ ഫോട്ടോയെ നിങ്ങളെ ഞാനൊന്ന് കാണിക്കാം. ആ ഫോട്ടോ ഏതാണെന്ന് കണ്ടിട്ട് ഞാനത് എങ്ങനെയാണ് വെക്കേണ്ടത്, അതിൻ്റെ രഹസ്യങ്ങൾ എന്താണ് എന്ന് പറയാം. അത് ഉറപ്പായിട്ടും നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ചെയ്തിരിക്കും ശരിയായിട്ട് ചെയ്താൽ. ഇത് അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയുന്നതാണ്. ഞാനും എൻ്റെ വീട്ടിൽ വെച്ചിട്ടുണ്ട്. എൻ്റെ വീട്ടിലെ ഫോട്ടോയെ കാണുന്നത്. പലയിടത്തും ഇത് ചെയ്തവർക്കെല്ലാം എവരിത്തിങ് വിശ്വാസത്തോടെ ചെയ്ത കുടുംബങ്ങളെല്ലാം രക്ഷപ്പെട്ടിട്ടുണ്ട്. എൻ്റെ ജീവിതത്തിലും അതുപോലെയുള്ള മാറ്റങ്ങൾ നടന്ന ശേഷമാണ് ഞാനിത് പറയുന്നത്. സത്യമായിട്ടുള്ള കാര്യം നിങ്ങളുടെ ജീവിതവും മാറ്റിയിരിക്കും. ഞാൻ അതിനെക്കുറിച്ച് ആ ഫോട്ടോ ഒന്ന് കാണിക്കാം, എന്നിട്ട് ഞാൻ പറഞ്ഞുതരാം. ഞാൻ പറഞ്ഞു തരുന്ന മുഴുവൻ വീഡിയോയിൽ കേൾക്കണം കേട്ടോ, മുഴുവൻ വീഡിയോ. അല്ലാതെ നിങ്ങൾ അതിനു മുമ്പ് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്ത് വീഡിയോ സ്കിപ്പ് ചെയ്ത് പോകരുത്. കാരണം നിങ്ങൾ ചിന്തിക്കാത്ത കാര്യങ്ങൾ, നിങ്ങളെ തലയെഴുത്ത് മാറ്റുന്ന കാര്യങ്ങളാണ് വീഡിയോയിൽ. ഇന്നത്തെ വീഡിയോ സ്പെഷ്യലാണ്. അപ്പോഴേ ഈ ഫോട്ടോ അയ്യപ്പൻ്റെ ഫോട്ടോയാണ്. ഇപ്പോൾ അയ്യപ്പൻ്റെ ഫോട്ടോയെക്കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അത് ഈ ഫോട്ടോയല്ല, വേറെ ഒരു ഫോട്ടോയാണ്. അതും നല്ലത് തന്നെയാണ്, അത് വെച്ചവർക്കും ഗുണം ഉണ്ടായിട്ടുണ്ട്. ഇന്ന് പറയുന്നത് അയ്യപ്പൻ്റെ വേറെ പ്രത്യേകമായ ഒരു ഫോട്ടോയാണ്. ഈ ഫോട്ടോയുടെ പ്രത്യേകത ഞാൻ പറഞ്ഞുതരാം. ഈ ഫോട്ടോയുടെ താഴെ ഈ പടി കാണിച്ചിട്ടുണ്ട്, പടി. അങ്ങനെയുള്ള ഫോട്ടോ അപ്പം അയ്യപ്പൻ്റെ ഇപ്പം ഞാൻ ഈ ഫോട്ടോയിൽ കാണിച്ച ഒരു ഫോട്ടോ, ഈ ഇങ്ങനെ പടിയുള്ള ആ ഫോട്ടോയുടെ താഴെ പടി 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 പോലെ കാണിക്കുന്നുണ്ട്. ആ ഫോട്ടോ നിങ്ങൾ ഒന്ന് ഞാൻ പറയുന്ന രീതി വെച്ചു നോക്കുക. അത് ആവശ്യമുള്ളവർ ചെയ്യുക. അയ്യപ്പനോടുള്ള വിശ്വാസവും വേണം, അപ്പോഴേ അത് ബലം ഉണ്ടാകുന്നത്. ഞാൻ ആ ഫോട്ടോ നിങ്ങളുടെ വീടിൻ്റെ സിറ്റൗട്ടിൽ വയ്ക്കണം. സിറ്റൗട്ടിൽ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രധാന ഹാളിൽ വെക്കുക. ആ ഫോട്ടോയ്ക്ക് നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ ഒരു വെള്ള ബൾബും കൊടുക്കണം. 0 ബൾബ് ഉണ്ടല്ലോ, അത് വെള്ള ബൾബ്. ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഈ ഫോട്ടോയ്ക്ക് ഇനി വെള്ള 0 ബൾബ് ഇടാൻ പറ്റാത്തവർ ഒരു മാല ഇടുക. ഒരു പ്രാധാന്യം കൊടുക്കണം അതിന്. ഈ ഫോട്ടോയുടെ മുന്നിൽ നിങ്ങളൊരു തട്ടത്തിൽ കർപ്പൂരം കത്തിച്ച് കാണിക്കുക. സ്വാമിയേ ശരണയ്യപ്പ എന്ന് പറഞ്ഞു ദിവസവും ചെയ്യണം. സ്വാമിയേ ശരണയ്യപ്പ, എനിക്ക് സമ്പത്തും ഐശ്വര്യവും ഉയർച്ചയും ദിവസവും എനിക്ക് ജീവിതത്തിൽ ഉയർച്ച, സമ്പത്ത്, ഐശ്വര്യം എല്ലാം നൽകണമെന്ന് സ്വാമിയേ എന്നുള്ള വിശ്വാസത്തിൽ വേറൊരു ചിന്തയില്ലാതെ മനസ്സ് സ്വാമിയിൽ ചെല്ലണം. അങ്ങനെ ദിവസവും രാവിലെ സന്ധ്യയ്ക്കും പ്രാർത്ഥിക്കുകയും കൂടെ ചെയ്യണം. സന്ധ്യയ്ക്ക് പറ്റാത്തൊരു വൈകിട്ട് കിടക്കുന്നതിന് മുമ്പായിട്ട് ചെയ്താൽ മതി. അതിന് യാതൊരു ചിട്ടയും ഒന്നുമില്ല, ശുദ്ധി അശുദ്ധി ഒന്നുമില്ല ഈ പറഞ്ഞ കാര്യം ചെയ്യുന്നതിന് കേട്ടോ. ആർക്കും ചെയ്യാം, മനസ്സിന് ശുദ്ധിയുള്ള ആർക്കും ചെയ്യാം. അല്ല ഇതിനൊന്നും ചിട്ടയോ നിഷ്ഠയോ ഒന്നുമില്ല, ആർക്കും ചെയ്യാം. ഇത് രാവിലെ വൈകിട്ടും ചെയ്യുക. രാവിലെ പറ്റുന്നവർ രാവിലെ ചെയ്യുക, വൈകിട്ടും സന്ധ്യയ്ക്കും ചെയ്യുകയാണെങ്കിൽ നല്ലതാണ്. ഇനി സന്ധ്യയ്ക്ക് പറ്റാത്തൊരു വൈകിട്ട് എപ്പോഴെങ്കിലും ചെയ്താൽ മതി. 2 നേരവും ചെയ്യുകയാണെങ്കിൽ നല്ലതാണ്. നിങ്ങളപ്പോൾ ഒന്നുകിൽ ഇതിനൊരു മാല ഇടണം, അല്ലെങ്കിൽ ഒരു 0 ബൾബ്, വെള്ള നിറമുള്ള ബൾബ് കൊടുക്കണം. 0 ബൾബ് ഇതിലേതെങ്കിലും ഒന്ന് ചെയ്യുക. 0 ബൾബ് ഇടാൻ പറ്റാത്തൊരു മാലയെങ്കിലും ഇടണം. ഇനിയും അപ്പോൾ അതിന് നമ്മളൊരു പ്രാധാന്യം കൊടുക്കുകയാണ്. മാലയെന്ന് പറഞ്ഞാൽ നമുക്ക് മേടിക്കാൻ കിട്ടുമല്ലോ നല്ല ഭംഗിയുള്ള മാലകൾ. ഒരു മാല ഇടുക. അപ്പോൾ അതിൻ്റെ മുന്നേ നമ്മൾ പ്രാർത്ഥിക്കണം ദിവസവും. ഇനിയിപ്പം മാല ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, 0 ബൾബ് കത്തിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ആ ഫോട്ടോയുടെ മുന്നിൽ നിങ്ങൾ കർപ്പൂരം കാണിച്ചാൽ മതി. ഒരു തട്ടത്തിനകത്ത്
അല്പം ഒരു കർപ്പൂരം കത്തിച്ച് ആ കർപ്പൂരം ഭഗവാനെ കാണിച്ച് നിങ്ങൾ കാണിച്ചാൽ മാത്രം മതി. നിങ്ങളുടെ ആഗ്രഹങ്ങളൊന്നും പറഞ്ഞില്ലേ പോലും നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം. നിങ്ങളൊന്നും പ്രാർത്ഥിക്കേണ്ട. ആ തട്ടത്തിൽ ഒരു കർപ്പൂരം തട്ടത്തിൽ വെച്ച് കത്തിച്ച് ഭഗവാന്റെ മുന്നിൽ ആ ഫോട്ടോയിലൊന്ന് കാണിക്കുക. ഒന്നും പറഞ്ഞില്ലേ പോലും, ഇത് രാവിലെ മാത്രം ചെയ്താൽ പോലും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളുണ്ടാവും. ഞാൻ ഈ മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന് പറഞ്ഞത് അത് ഞാൻ പറയുന്ന കേൾക്കുമ്പോൾ അറിയാലോ, അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ. അതുകൊണ്ട് അങ്ങനെ പറയുന്നത്. അതിനകത്തൊരു സന്തോഷമുണ്ട്. നിങ്ങൾ നടക്കാത്ത കാര്യങ്ങൾ നടക്കും. നമുക്കൊരു ഭൂമി വാങ്ങാനോ വീട് വെക്കാനോ നമുക്ക് ജീവിതത്തിൽ ഒരു നല്ല ജോലി കിട്ടാനോ സാമ്പത്തികം വരാനോ ദിവസവും സമ്പത്തും ഐശ്വര്യവും വെച്ചടി കയറിക്കൊണ്ടിരിക്കും. സ്വാമിയെ വിശ്വസിക്കണം. അതിന് നിങ്ങൾക്ക് ചിട്ടയോ വ്രതമോ ഒന്നുമില്ല ഈ പറഞ്ഞ കാര്യം ചെയ്യുന്നതിന്. നമുക്കെതിരെയുള്ള ഏത് തടസ്സങ്ങളും സമയദോഷങ്ങളും ശത്രുദോഷം എന്ന് ഞാൻ ഉദ്ദേശിക്കുന്ന തടസ്സങ്ങൾ മാറിക്കിട്ടും. സർപ്പദോഷം മാറിക്കിട്ടും. ശാപദോഷം മാറിക്കിട്ടും. നമുക്കെതിരെ വരുന്ന ഏത് ദോഷങ്ങളും മാറിക്കിട്ടും. നമ്മളുടെ ഭൂമിയിലുള്ള ദോഷങ്ങളും മാറിക്കിട്ടും. നമ്മളുടെ കർമ്മദോഷങ്ങളും മാറിക്കിട്ടും. എവറിത്തിങ്, എല്ലാ പ്രതിസന്ധികളും മാറിക്കിട്ടും. സത്യമായ കാര്യമാണ് ഞാനീ പറയുന്നത്. ഈ ഫോട്ടോയുടെ രഹസ്യം എന്താണ്? ഈ ഫോട്ടോയ്ക്ക് ആ പടി കാണിച്ചിരിക്കുന്നില്ലേ, അതൊരു വലിയ രഹസ്യമാണ്. ആ പടി പോലെ തന്നെ നമ്മുടെ ജീവിതം ക്രമേണ ഉയർച്ചയിലേക്ക് വന്നുകൊണ്ടേയിരിക്കും. മാത്രമല്ല, അയ്യപ്പസ്വാമിക്ക് ചില രഹസ്യങ്ങളുണ്ട്. അയ്യപ്പസ്വാമിക്ക് ശത്രുദോഷം മാറ്റാൻ അപാരമായ ശക്തിയാണ്. അയ്യപ്പൻ്റെ ഒരു മുദ്ര തന്നെ ഉണ്ടല്ലോ, അങ്ങനെയല്ല, ഇങ്ങനെ ഒരു മുദ്ര തന്നെ ഉണ്ട്. അപ്പം അത് ശത്രുദോഷം മാറ്റുന്നതാണ് ഇങ്ങനെയുള്ളൊരു മുദ്ര. അയ്യപ്പന് ശിവൻ്റെയും പരമേശ്വരൻ്റെയും മഹാവിഷ്ണുവിൻ്റെയും അംശമാണ്. സ്വാമി മഹാതപസ്വിയാണ്. തപസ്വിയായ ഈശ്വരഭാവങ്ങൾക്കെല്ലാം ശക്തി വളരെ കൂടുതലാണ്. മാത്രമല്ല, സ്വാമി ഭൂമിയിൽ അവതാരമെടുത്തതാണ്. അങ്ങനെയുള്ള അവതാരങ്ങൾക്ക് ശക്തി കൂടുതലാണ്. ഭൂമിയിൽ അവതാരമെടുത്ത അങ്ങനെയുള്ള ഒരു അവതാര ഭാവങ്ങൾക്കും ശക്തി കൂടുതലാണ്. മാത്രമല്ല, അയ്യപ്പൻ മലദൈവമാണ്. ശ്രദ്ധിച്ച് കേട്ടോണം, മലദൈവമാണ്. മലദൈവങ്ങൾക്ക് പവർ കൂടുതലാണ്. അത് നിങ്ങൾക്കറിയാമോ എന്നെനിക്കറിയില്ല. അറിയാൻ വയ്യെങ്കിൽ അറിഞ്ഞുകൊള്ളുക എന്ന് കരുതി നല്ല രീതിയിലുള്ള കാര്യങ്ങളുടെ പുറകെ പോകാറുള്ളൂ കേട്ടോ. മലദൈവങ്ങൾക്ക് ശക്തി കൂടുതലാണ്. അയ്യപ്പന് ശക്തി കൂടുതലാണ്. നിങ്ങൾ വിചാരിക്കുന്ന രീതിയൊന്നുമല്ല, അതിനൊക്കെ അപ്പുറത്താണ്. അതാണ് പറഞ്ഞു തരുന്നത്. മഹായോഗിയാണ്, മഹാതപസ്വിയാണ്. നമ്മൾക്ക് ഞാൻ പറഞ്ഞല്ലോ, സർപ്പദോഷം, പ്രാക് ദോഷം, ശാപദോഷം, ശത്രുദോഷം ഏതുമായിക്കോട്ടെ, കർമ്മദോഷം, ഭൂമിയിലെ ദോഷങ്ങൾ, എവറിത്തിങ് മാറ്റാൻ അയ്യപ്പന് ശക്തിയുണ്ട്. നിങ്ങളിങ്ങനെ ഒരു ഫോട്ടോ വെച്ച് അതിനൊരു പ്രാധാന്യം കൊടുക്കണം. അതിൻ്റെ മുന്നിൽ പൂജിക്കണമെന്നല്ല പറഞ്ഞത്. വീട്ടിൽ പൂജയൊന്നും ചെയ്യരുത്. മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾ അതിൻ്റെ മുന്നിൽ ഒരു കർപ്പൂരം കത്തിച്ചിട്ട് ഇങ്ങനെ കാണിച്ചാൽ മതി. ഒന്നും പ്രാർത്ഥിക്കുക പോലും ചെയ്യണ്ട. ഒന്നും പറയണ്ടെന്നേ, എനിക്ക് ലോണുണ്ട്, എനിക്ക് വീട് വേണം, എനിക്ക് ഒന്നും പറയണ്ട. കർപ്പൂരം കത്തിച്ച് ഇങ്ങനെ ഭഗവാനെ ഒന്ന് രാവിലെ കാണിക്കുക. പറ്റുവാണെങ്കിൽ രാവിലെ മേട്ടോ, അല്ലെങ്കിൽ രാവിലെ മാത്രമെങ്കിലും ഒന്ന് കാണിക്കുക. അതിന് മാല ഇട്ടില്ലെങ്കിലും സീറോ ബൾബ് കത്തിച്ചില്ലെങ്കിലും ഒന്നും കുഴപ്പമില്ല. ഇങ്ങനെ അതിനൊരു പ്രാധാന്യം കൊടുക്കുക. കർപ്പൂരം കാണിച്ചാൽ മാത്രം മതി, കത്തിച്ചു. ഇത്രയും ചെയ്താൽ പോലും ദിവസവും ചെയ്യണം. നിങ്ങളുടെ ജീവിതത്തിൽ അപാരമായ മാറ്റങ്ങളുണ്ടാകും. ജീവിതത്തിൽ എല്ലാം നേടിയെടുക്കാൻ പറ്റുമെന്നുള്ളതാണ്. ചെയ്തു നോക്കുക, ചെയ്ത് മനസ്സിലാക്കുക. അത് ചെയ്താലേ മനസ്സിലാകത്തുള്ളൂ. വിശ്വാസത്തോടെ ചെയ്യണം, അല്ലാതെ ചെയ്തിട്ട് ഒരു കാര്യമില്ല. സമയം എന്നുള്ള ഭക്തി മനസ്സിൽ വേണം. മറ്റു ചിന്തകളില്ലാതെ ചെയ്യണം. കൃത്യം ചെയ്തോ നിങ്ങളുടെ ജീവിതം മാറാൻ പോവുകയാണ്. കാരണം അതുപോലെ അനുഭവങ്ങൾ ഉള്ളത് കൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത് കേട്ടോ. എനിക്കത് ഉറപ്പാണ്. അതുകൊണ്ടാണ് പറഞ്ഞത്. കാരണം അങ്ങനെ ചെയ്തവർക്കെല്ലാം ജീവിതം മാറിയിട്ടുണ്ട്. ഞാൻ കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഒരു വളരെ ഒരു അത്ര വലിയ രീതിയിലൊന്നും അല്ലാത്തൊരു വളരെ മോശം നിലയിലുള്ളൊരു വീട്ടിൽ ഒരിക്കലും ഞാൻ പോയപ്പോൾ, എന്ന് വെച്ചാൽ ഒരു തകർന്ന തരിപ്പണം പോലെ ഒരിക്കലും വീട്ടിൽ പോയപ്പോൾ ഈ അയ്യപ്പസ്വാമിയുടെ ഫോട്ടോ ഫ്രെയിം ഒന്നും ചെയ്തിട്ടില്ല, ഭിത്തിയിൽ ഇങ്ങനെ ഒട്ടിച്ച് വെച്ചിരിക്കുക. ഈ ഫോട്ടോ, ഈ പടിയുള്ള. അപ്പം ഞാനിപ്പം വിചാരിക്കുകയും ചെയ്തു, ഇത്രയും ഒരു വലിയ ദാരിദ്ര്യത്തിലാണ് അവർ കഴിയുന്നത്. പക്ഷേ പിന്നീട് അവരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളുണ്ടായി. അത് കൃത്യമാണ്, അത് സത്യമാണ്. സത്യസ്വരൂപനാണ് അയ്യപ്പൻ. സത്യമായ പൊന്ന് 18-ാം പടി
ആ ഫോട്ടോയിലുണ്ട്. അതാണ് ആ പടി പ്രതിനിധീകരിച്ചിരിക്കുന്നത്. സത്യമാണത്. സത്യപ്പൊരുളാണ് അയ്യപ്പൻ, സത്യസ്വരൂപനാണ് അയ്യപ്പൻ, കലിയുഗ വരദനാണ് അയ്യപ്പൻ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഈ ക്ഷേത്രങ്ങളിലൊന്നും ഈ 42 കഴിയുന്ന 42 എന്നല്ല, ഈ അയ്യപ്പസ്വാമിയുടെ ക്ഷേത്രത്തിലെ അയ്യപ്പൻ്റെ ആ ഒരു വൃശ്ചിക വ്രതം, വൃശ്ചിക മാസം തുടങ്ങി കഴിയുമ്പോൾ തൊട്ട് എല്ലായിടത്തെയും എല്ലാ സ്ഥലങ്ങളിൽ നിന്നും എല്ലായിടത്തെയും എല്ലാ അയ്യപ്പനിലാണ് കേന്ദ്രീകരിക്കുന്ന നമ്മളുടെ ശ്രദ്ധയും മനസ്സുമെല്ലാം. ഈ ഒരു വൃശ്ചിക മാസം എന്ന് പറഞ്ഞാൽ തന്നെ ഒരു പുണ്യമാസമാണ്. വൃശ്ചിക മാസം എന്ന് അപ്പം ഈ 41 ദിവസം കഴിയുന്നിടം വരെ നമ്മളുടെ ക്ഷേത്രങ്ങളിൽ പലപ്പോഴും ഗുരുതി ഇല്ലായിരിക്കും. അത് അങ്ങനെയാണ്. അതിനൊക്കെ ഓരോ കാരണങ്ങളുണ്ടാവാം, ഞാനതിലേക്ക് വരുന്നില്ല. ഗുരുതി നിവേദ്യം കാണത്തില്ല 41 കഴിയുന്നിടം വരെ. കാരണം ആ ഭദ്രകാളിയുടെ അപാരമായ ചൈതന്യം മുഴുവൻ ശബരിമല അയ്യപ്പൻ്റെ കൂടെ ഉണ്ടാകും. അതാണ് അതിൻ്റെ ഒരു കാര്യം. അമ്മ അവിടാണ്. അമ്മ എവിടാന്ന് വെച്ചാൽ ക്ഷേത്രത്തിൽ ഇല്ല എന്നല്ല എൻ്റെ അർത്ഥം. അമ്മയുടെ അപാരമായ ഒരു സാന്നിധ്യം ആ മഹായോഗിയുടെ കൂടെയും ഉണ്ടാകും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ അയ്യപ്പൻ അത്ര ശക്തിയാണ്, അത് നിങ്ങൾ മനസ്സിലാക്കുക. പിന്നെ നിങ്ങൾക്കൊരു കച്ചവട സ്ഥാപനമുണ്ട്, അവിടെ ഇത് വയ്ക്കാം. നിങ്ങൾ വെച്ചടി കയറും. ആ പടി കാണുന്ന പോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകും. നിങ്ങൾക്ക് വീട്ടിൽ വയ്ക്കാം, ഒരു കച്ചവട സ്ഥാപനമുണ്ട് അവിടെ വയ്ക്കാം. ഇന്ന് മുതൽ ഈ വീഡിയോ ആര് കണ്ടോ അവരുടെ എല്ലാം കണ്ട് മനസ്സിലാക്കി ഭക്തിയോടെ ചെയ്യുന്ന, അല്ലാതെ ചെയ്തിട്ട് കാര്യമില്ല, ഭക്തിയോടെ ചെയ്യുന്നവരുടെ ജീവിതം മാറാൻ പോവുകയാണ്. ഡെഫിനറ്റായിട്ട് മാറാൻ പോവുകയാണ്. അതിനെനിക്ക് സന്തോഷമുണ്ട്. ഇതെൻ്റെ അറിവല്ല, ഈശ്വരൻ തരുന്ന ജ്ഞാനമാണ്. അപ്പോൾ ഇത് നിങ്ങൾ ചെയ്തു കൊടുക്കുക. ആവശ്യമുള്ളവർ ചെയ്യുന്ന ഭക്തിയോടെ ചെയ്യണം, മനഃശുദ്ധിയോടെ ചെയ്യണം. എങ്കിലേ അതിൻ്റെ ഫലം പൂർണ്ണമായിട്ട് കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ വെറുതെ സമയം കളയാന്നുള്ളൂ. ഞാൻ പറഞ്ഞ രീതിയിൽ ചെയ്യണം. ഇനിയും പറയാൻ പോകുന്നത്, ഞാൻ ഒരു സിദ്ധ മന്ത്രമാണ് പറഞ്ഞു തരാൻ പോകുന്നത്. ഇതാരും നിങ്ങൾക്ക് സാധാരണ രീതിയിൽ പറഞ്ഞു തരത്തില്ല. ഇനി പറഞ്ഞു തരുന്നവരുണ്ടായിരിക്കും, എനിക്കറിയത്തില്ല. ഇത് ഞാൻ പറഞ്ഞു തരുന്നതിന് ഒരൊറ്റ കാരണമേ ഉള്ളൂ. എന്താണെന്നറിയുമോ? ഞാൻ ജീവിതത്തിൽ ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിച്ച മനുഷ്യനാണ്. ഞാൻ ഒരുപാട് ജീവിതങ്ങൾ കണ്ട വ്യക്തിയാണ്. ദിവസവും എത്രയോ ആളുകളുടെ ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളുമാണ് ഞാൻ കേട്ടുകൊണ്ടിരിക്കുന്നത്, എത്ര വർഷങ്ങളായിട്ട്. അപ്പോൾ എല്ലാവർക്കും ഒരു മാറ്റം ഉണ്ടാകുന്ന, അവിടെ എല്ലാം തടസ്സങ്ങൾ മാറുന്ന, എല്ലാ പ്രശ്നങ്ങളെയും പരിഹരിക്കുന്ന സിദ്ധമന്ത്രമാണ് പറഞ്ഞു തരാൻ പോകുന്നത്. ഇത് എൻ്റെ കഴിവല്ല, എൻ്റെ അറിവല്ല. ഈശ്വരന് നന്ദി പറയുക. ഞാൻ നിങ്ങൾക്കെല്ലാവരുടെയും ജീവിതത്തിൽ ഈശ്വരനെ അറിയണം, എല്ലാവരുടെയും ജീവിതത്തിൽ എല്ലാം നന്മ ഉണ്ടാകണം എന്നൊരൊറ്റ പ്രാർത്ഥനയിലാണ് ഇത് പറഞ്ഞു തരുന്നത്. ഹൃദയത്തിൽ നിന്നാണ് പറഞ്ഞു തരുന്നത്. ആ മന്ത്രം ഇതാണ്. ഈ മന്ത്രത്തിന് ഭയങ്കര ശക്തിയാണ്. ഓം നർപ്പവി നർപ്പവി നർപ്പവി, ഇങ്ങനെ 3 തവണ ജപിക്കണം. ആദ്യം ഓം ചേർത്ത് ജപിക്കുക, പിന്നെ ഓം ഇല്ലാതെ ജപിക്കുക. ഓം നർപ്പവി നർപ്പവി നർപ്പവി. ഞാൻ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഈ മന്ത്രം എഴുതിയിടാം. ഇത് ജപിക്കണം. ഈ മന്ത്രത്തെക്കുറിച്ച് ഒരിക്കൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, പക്ഷേ അധികം ആൾ ശ്രദ്ധിച്ചിട്ടില്ല. എന്തോ പറയുന്നു. എൻ്റെ ഈ പല വീഡിയോ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുന്ന എല്ലാവരും സാറേ എല്ലാ വീഡിയോയും കാണുന്നതാണ്, ചുമ്മാ പറയുന്നതെന്ന് എനിക്കറിയാം ചുമ്മാ പറയുന്നതെന്ന്. എല്ലാ വീഡിയോ കണ്ടാൽ അവർ ചോദിക്കുന്ന ചോദ്യം എന്നോട് ചോദിക്കത്തില്ല. അവരെന്നോട് ചോദിക്കുന്ന ചോദ്യം, സാറേ ഇന്ന കാര്യത്തിന് പരിഹാരം പറയാമോ, ആ ചോദ്യം ചോദിക്കത്തില്ലെന്ന് എനിക്കറിയാം. വീഡിയോ കാണുന്നില്ല, വല്ലപ്പോഴും 1-2 കാണും, ചിലപ്പോൾ മാസത്തിലായിരിക്കും. എന്നിട്ടാണ് ചോദിക്കുന്നത്. എനിക്കറിയാം, കള്ളത്തരം പറയാമെന്ന് എനിക്കറിയാം. സാറേ ഞാൻ എല്ലാ വീഡിയോയും കാണുന്നുണ്ട്, എനിക്ക് കള്ളത്തരം പറയുന്നവരേ ഇഷ്ടമല്ല. സത്യം പറയുക. എന്തിനാ കള്ളത്തരം പറയുന്നത്? ഈ വീഡിയോ നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞു തരുന്ന കാര്യം, ഈ ഓം നർപ്പവി നർപ്പവി നർപ്പവി, ഇത് നിങ്ങൾ ജപിക്കുമ്പോൾ കാക്കാ പുശുണ്ടർ എന്ന് പറഞ്ഞ സിദ്ധനെയും അദ്ദേഹത്തിൻ്റെ പത്നിയും കൂടെ അദ്ദേഹത്തിൻ്റെ കൂടെ ഇരിപ്പുണ്ട്. ആ ഒരു ഫോട്ടോയും കൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അവരെ സ്മരിച്ചുകൊണ്ടാണ് ഈ മന്ത്രം ജപിക്കണം കേട്ടോ. കാരണം ഈ മന്ത്രം അവരുടെയാണ്, അവരുടെ വരദാനമാണ്. മഹാസിദ്ധന്മാരുടെ സിദ്ധനാണ് കാക്കാ പുശുണ്ടർ. അപ്പോൾ അവരെ സ്മരിച്ചുകൊണ്ട് ലോക നന്മയ്ക്ക് വേണ്ടി, നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി, നിങ്ങളുടെ ഉള്ളിലെ ആ ഈശ്വരീയതയെ പൂർണ്ണമായിട്ട് അനുഭവിക്കാൻ വേണ്ടി, നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ തടസ്സങ്ങളും മാറ്റാൻ ഈ മന്ത്രം ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ, സ്വസ്ഥമായിട്ടിരിക്കുമ്പോൾ
റോഡിൽ കൂടെ ക്രോസ് ചെയ്യുമ്പോഴോ വണ്ടി ഓടിക്കുമ്പോഴോ ഒരു ജോലി ചെയ്യുന്നതിനിടയ്ക്കോ ചെയ്യരുത്. ഫ്രീ ആയിട്ടിരിക്കുമ്പോഴൊക്കെ ഇത് ഓരോ മൂന്ന് വരിയും ഓം നർപ്പവി 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 ഇങ്ങനെ ഓരോ തവണ വീതം കൊണ്ട് നമുക്ക് കേൾക്കാത്ത രീതിയിൽ ഉച്ചരിക്കുക. കണ്ടിന്യൂസ് ആയിട്ട് വേണ്ട. നിങ്ങളുടെ എല്ലാം നിങ്ങൾക്ക് അനുകൂലമായിട്ട് വരും. എല്ലാം എവറിത്തിങ്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ കുറേ ദിവസം മൗനത്തിലേക്ക് പോയിട്ട് ഒരു തിരിച്ചുവരവുണ്ട്. ആ വരവിൽ ഒരുപാട് കാര്യങ്ങളുമായിട്ടായിരിക്കും ആ ധ്യാനത്തിൽ ഞാൻ വരുന്നത്. അപ്പം അങ്ങനെ ഒരാഴ്ചയായിട്ട് ഞാനൊരു മൗനത്തിലായിരുന്നു. വീഡിയോ 3 ദിവസമായി ഇട്ടിട്ട് പിന്നെ ചെറിയൊരു പനി ഉണ്ടായിരുന്നു, വലിയ രീതിയിലൊന്നും ഇല്ലായിരുന്നു, എങ്കിലും ഒരു മൗനത്തിലായിരുന്നു. അങ്ങനെ ഞാൻ വന്ന് നിങ്ങൾക്ക് തരുന്ന കാര്യമായിരുന്നു. അപ്പോൾ ഇത് ആര് ജപിച്ചോ, നിങ്ങൾ ഒരു ദിവസം തന്നെ പലതവണ അങ്ങ് ജപിക്കണമെന്നേ. നിങ്ങളുടെ ജീവിതത്തിൽ ഓരോരോ കാര്യങ്ങളായിട്ട് സാധിച്ചു കിട്ടാൻ തുടങ്ങും. നടക്കാത്ത കാര്യങ്ങൾ ന്യായമുള്ള സത്യമുള്ള കാര്യമായിരിക്കണം. ദിവസവും പലതവണ ജപിക്കുക. അപ്പോൾ ആ കാകാപുശുണ്ടരെയും പത്നിയെയും മനസ്സിൽ കണ്ടുകൊണ്ട് വേണം ചെയ്യാൻ. അവരുടെ പാദങ്ങൾ സ്മരിച്ചുകൊണ്ട് അവരുടെ ഫോട്ടോയും കൂടെ ഞാൻ ഇട്ടേക്കാം, അതുകൂടെ നിങ്ങളൊന്ന് കാണുക. ഇനിയും പറയാൻ പോകുന്നത് സ്വഭാവം ശരിയല്ലാത്തവർക്ക്, മദ്യപാനം, ലഹരി, വഴക്ക്, പ്രശ്നം, ഇത് ഇങ്ങനെ സ്വഭാവം വളരെ പ്രശ്നമുള്ളവർക്ക് ഏറ്റവും നല്ല സ്വഭാവമുള്ള വ്യക്തിയായി തീരും. അവർ ഏറ്റവും നല്ല ഉയർച്ചകൾ ജീവിതത്തിൽ ഉണ്ടാകും. അതിനുള്ള കാര്യമാണ് പറഞ്ഞു തരുന്നത്. ഇതെല്ലാവരും അറിയണമെന്നും ചെയ്യണമെന്നും ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം ഒരുപാട് വീടുകളിൽ കലഹം, വഴക്ക്, പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. മദ്യപാനം, ഇതൊക്കെ മാറിക്കിട്ടാനുള്ളൊരു കാര്യമാണ്. ശ്രദ്ധിച്ചു കേട്ടോണ്ട്. ഇത് അനുഭവം ഉള്ള കാര്യം, ഒരുപാട് അനുഭവം. ഇപ്പോൾ കഴിഞ്ഞ ദിവസവും ഒരുപാട് വീഡിയോയിൽ ഒരാൾ ഇങ്ങനെ പറഞ്ഞു, 2 പേർക്ക് അവർക്കും അനുഭവം ഉണ്ടായി, അവർ പറഞ്ഞു കൊടുത്ത ഒരാൾക്കും അനുഭവം ഉണ്ടായി. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഒന്നുകൂടെ പറഞ്ഞു തന്നേക്കാമെന്ന് വിചാരിച്ചത്. അതായത് പറയുന്ന പോലെ ചെയ്യണം, നല്ലതാണ്. വെള്ളിയാഴ്ച രാവിലെ ശിവക്ഷേത്രത്തിൽ ജലധാര, മൃത്യുഞ്ജയാർച്ചന, കൂവളത്തിലർച്ചന, ഒരു കൂട് ഭസ്മം. വെള്ളിയാഴ്ച രാവിലെ. വെള്ളിയാഴ്ച വൈകിട്ട് മൃത്യുഞ്ജയാർച്ചന, കൂവളത്തിലർച്ചന, ഒരു കൂട് ഭസ്മം. ശനിയാഴ്ച രാവിലെ ജലധാര, മൃത്യുഞ്ജയാർച്ചന, കൂവളത്തിലർച്ചന, ഒരു കൂട് ഭസ്മം. 10 രൂപയുടെ ഭസ്മം ഉദ്ദേശിക്കുന്നത്. ശനിയാഴ്ച വൈകിട്ട് കൂവളത്തിലർച്ചന, മൃത്യുഞ്ജയാർച്ചന, ഒരു കൂട് ഭസ്മം. ഞായറാഴ്ച രാവിലെ ജലധാര, മൃത്യുഞ്ജയാർച്ചന, കൂവളത്തിലർച്ചന, ഒരു കൂട് ഭസ്മം. ഞായറാഴ്ച വൈകിട്ട് രാവിലെ ചെയ്യുമ്പോൾ ജലധാര വേണം, വൈകിട്ട് ജലധാര വേണ്ട, അത്രയേ ഉള്ളൂ. ബാക്കി ചെയ്യുക. ഞായറാഴ്ച രാവിലെ ജലധാര, മൃത്യുഞ്ജയാർച്ചന, കൂവളത്തിലർച്ചന, ഒരു കൂട് ഭസ്മം. ഞായറാഴ്ച വൈകുന്ന പാട് കൂവളത്തിലർച്ചന, മൃത്യുഞ്ജയാർച്ചന, ഒരു കൂട് ഭസ്മം. തിങ്കളാഴ്ച രാവിലെ ജലധാര, മൃത്യുഞ്ജയാർച്ചന, കൂവളത്തിലർച്ചന, ഒരു കൂട് ഭസ്മം. തിങ്കളാഴ്ച വൈകിട്ട് കൂവളത്തിലർച്ചന, മൃത്യുഞ്ജയാർച്ചന, ഒരു കൂട് ഭസ്മം. ഇത് നിങ്ങൾ ചെയ്യുക. ഇത്രയും ദിവസങ്ങൾ അടുപ്പിച്ച് ചെയ്താൽ നല്ലതാണ്. ആ വ്യക്തിക്ക് വലിയ മാറ്റം ഉണ്ടാകും. ഇത് ഒരു 3 മാസത്തിലൊരിക്കലോ 4 മാസത്തിലൊരിക്കലോ ആവർത്തിക്കണം. ഇനി മാസത്തിൽ 1 ആവർത്തിച്ചാൽ ഏറ്റവും നല്ലത്. ഇതിനൊന്നും വലിയ പൈസയൊന്നും ആകുന്ന കാര്യങ്ങളാണ്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ചെയ്യുക. നല്ല കാര്യങ്ങളാണ്, ലളിതമായ കാര്യങ്ങളാണ്. ഞാൻ ലക്ഷങ്ങൾ മുടക്കിയുള്ള കാര്യങ്ങളോ ഒന്നും ഞാൻ പറയത്തില്ല. നല്ല ഇതുപോലെയുള്ള കാര്യങ്ങളാണ്, ലളിതമായ കാര്യങ്ങൾ. ഇത് ചെയ്തവർക്ക്, വിശ്വാസത്തോടെ ചെയ്തവരുടെ ഒക്കെ ജീവിതം മാറിയിട്ടുണ്ട്. നമ്മൾ ആർക്കാണോ സ്വഭാവം മാറേണ്ട അവർക്ക് വേണ്ടി ചെയ്യുക. ഭഗവാനെ വിശ്വസിക്കണം. വിശ്വസിച്ചവരുടെ എല്ലാ ജീവിതത്തിൽ മാറ്റം ഉണ്ടായിട്ടുണ്ട്. എനിക്ക് നന്ദി പറഞ്ഞുകൊണ്ട് വാട്സപ്പ് മെസ്സേജുകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാമെന്ന് വിചാരിച്ചത്. നല്ല മാറ്റം ഉണ്ടാകും. ഇതൊരു ഒരു ഭഗവാന്റെ ഒരു അനുഗ്രഹം കിട്ടുന്ന വലിയൊരു കാര്യമാണ് ഇത്. ആ വ്യക്തിക്ക് നല്ല ഉയർച്ച ഉണ്ടാകും. ആ വ്യക്തിയുടെ തടസ്സങ്ങൾ മാറും, സ്വഭാവം മാറും, എല്ലാം മാറുമെന്നുള്ളതാണ്. ഇനിയും ഇതോടൊപ്പം ഒരു കാര്യം കൂടെ ചെയ്യണം. ചൊവ്വാഴ്ചകളിൽ അടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രത്തിൽ 100 രൂപയുടെ ഗുരുതി നിവേദ്യമുണ്ട്. 100 രൂപയുടെ അത് ചെയ്യുക. തിരുമേനിക്ക് ഒരു 100 രൂപയും കൂടെ ദക്ഷിണ കൊടുക്കുക. ഇത് ആഴ്ചയിലൊന്ന് ആ വ്യക്തിയുടെ പേരിലും പിന്നെ ഗ്രഹനാഥൻ്റെ പേരിലും ഗ്രഹനാഥയുടെ പേരിലും 2 പേരുടെ പേരും ചെയ്യണം. അപ്പോഴത് ഫലമാകുന്നത്. അങ്ങനെ ആഴ്ചയിൽ ആവർത്തിക്കണം. ഭക്തിയോടെ ചെയ്തവരുടെ എല്ലാ ജീവിതത്തിൽ സമാധാനം, സന്തോഷം, ഐശ്വര്യം, ഉയർച്ച എല്ലാം, ആ ദുസ്വഭാവങ്ങളൊക്കെ മാറി, മദ്യപാനമൊക്കെ മാറി എത്രയോ ആളുകൾ രക്ഷപ്പെട്ടിരിക്കുന്നു. നല്ല കാര്യമാണ്. വിശ്വാസം വേണം, ഭക്തി വേണം,
ഉറച്ച വിശ്വാസം വേണം, അപ്പോഴാണ് അത് ബലം ഉണ്ടാകുന്നത്. അല്ലാതെ നമ്മൾ വിശ്വാസമില്ലാതോ സംശയത്തോടെ എന്ത് ചെയ്തിട്ട് ഒരു കാര്യമില്ല കേട്ടോ. വിശ്വാസത്തോടെ ചെയ്തവർക്കൊക്കെ ജീവിതത്തിന് ഗുണം ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ആ ഭക്തിയോടെ, ആ അമ്മയോടുള്ള ഭക്തി, ശുഭഭഗവാനുള്ള ഭക്തിയോടെ ചെയ്യുക. ആവശ്യമുണ്ട് ചെയ്യുക. അങ്ങനെ ചെയ്തവർക്കെല്ലാം ജീവിതത്തിൽ മാറ്റം ഉണ്ടായിട്ടുണ്ട്. അത്ഭുതകരമായ കാര്യമാണ് കേട്ടോ. ഒരുപാട് ജീവിതങ്ങൾ മാറിയ കാര്യമാണ്. പറഞ്ഞു തരുന്നത്. അപ്പോൾ അത് നമുക്ക് സന്തോഷം. ഒരു കുടുംബം രക്ഷപ്പെടുന്നത് നമുക്ക് സന്തോഷം. അതിന് ശിവഭഗവാന് നന്ദി, മഹത്വം. അതുപോലെ പാർവതീദേവിക്ക് നന്ദി, മഹത്വം. എൻ്റെ കഴിവൊന്നുമല്ല ഇത്, ഞാൻ ആരുമല്ല കേട്ടോ. എനിക്ക് കിട്ടുന്ന ഈ ജ്ഞാനമൊന്നും എൻ്റെ ജ്ഞാനമൊന്നുമല്ല. ഞാൻ പറയുന്ന ശരനൂൽ രഹസ്യങ്ങൾ ലോകത്തിൽ ആരും പറഞ്ഞു തരത്തില്ല. ഇടതുമുഖ കൂടെ ശാസ്ത്രമെടുത്ത് ഇങ്ങനെ വിടുന്ന വിദ്യാഭ്യാസം അതൊന്നും ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലും ധാരാളം ആളുകൾ ചെയ്യുന്നുണ്ട്. അവർ പല കാര്യങ്ങളും ജീവിതത്തിൽ അവർക്ക് ഉയർച്ച ഉണ്ടാകുന്നുണ്ട്, നേടിയെടുക്കുന്നുണ്ട്. ഒരുപാട് ആളുകളെ പ്രയോജനപ്പെടുത്തുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഒരിടത്തും കിട്ടത്തില്ല. അത് സാക്ഷാൽ പരമേശ്വരനിൽ നിന്നും ആ പാർവതീദേവിയുടെ അനുഗ്രഹം കൊണ്ട് എനിക്ക് കിട്ടിയ കാര്യങ്ങളാണ്. ഞാൻ ചെറുപ്പത്തിൽ തന്നെ ക്രിയാകുണ്ടലിലെ പ്രാണായാമം ഗുരുവിൽ നിന്ന് സ്വീകരിച്ചതാണ്. ഇപ്പോൾ ശിവയോഗം ചെയ്യുന്നു. അപ്പം കൂടുതലൊന്നും പറയാനില്ല. ഞാൻ പറയുന്ന കാര്യങ്ങൾ ഒരിക്കലും ഒരിടത്തും ആരും പറഞ്ഞു തരത്തില്ല. അങ്ങനെയുള്ള കാര്യങ്ങളാണ്, എല്ലാം നല്ല കാര്യങ്ങളുമാണ്. ആവശ്യമുള്ളവർ പ്രയോജനപ്പെടുത്തിക്കോണം, അത്രയേ ഉള്ളൂ. അപ്പം ഞാൻ ഇനിയും പറയാൻ പോകുന്നത് മുരുകൻ്റെ ഒരു വേലിനെ കുറിച്ചാണ്. അത് ഞാനൊന്ന് ഫോട്ടോ എടുത്ത് കാണിക്കാം. എൻ്റെ ഓഫീസിൽ ഇരിക്കുന്ന ഞാൻ കാണിക്കാം. എന്നിട്ട് ഞാൻ പറഞ്ഞു. ഞാൻ ഇപ്പം നിങ്ങളെ വേല് കാണിച്ചു, അതെൻ്റെ ഓഫീസിൽ വെച്ചിരിക്കുന്നതാണ്. ഇങ്ങനെ ഒരു വേല് വാങ്ങി നിങ്ങൾ നിങ്ങളുടെ വീട്ടിലോ ഓഫീസിലോ വയ്ക്കുക. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ താഴെ ഒട്ടിക്കാനുള്ള ഇതുണ്ട്. ഞാനിത് മേടിച്ചത് അമ്പലപ്പുഴ ക്ഷേത്രത്തിൻ്റെ അവിടെ, ക്ഷേത്രത്തിൻ്റെ മുന്നിലായിട്ട് വിൽക്കുന്നുണ്ട് കടകളിൽ. അവിടെ നിന്ന് വാങ്ങിച്ചത്. ഇത് എവിടെ നിന്ന് വേണമെങ്കിലും മേടിക്കാം. നിങ്ങൾക്കിപ്പോൾ നെറ്റിലൊക്കെ സെർച്ച് ചെയ്താലും കിട്ടും, അല്ലെങ്കിൽ ക്ഷേത്രങ്ങളിൽ കിട്ടും, എവിടെ നിന്ന് വേണമെങ്കിലും മേടിക്കാം. അപ്പോൾ ഇങ്ങനൊരു വേല് മേടിച്ച് നിങ്ങളുടെ വീട്ടിൽ വയ്ക്കുക. എന്നിട്ട് ആ വേലിൻ്റെ മുന്നിൽ നിന്ന് ഞാനീ പറയുന്ന ഒരു മന്ത്രം ജപിക്കുക. വേൽ വേൽ വെട്രി വേൽ മുരുകനക്ക് ഹരോഹര. ഒന്നുകൂടെ പറയാം. വേൽ വേൽ വെട്രി വേൽ മുരുകനക്ക് ഹരോഹര. വെട്രി എന്ന് വെച്ചാൽ വിജയം എന്നർത്ഥം, വിജയം. വേൽ വേൽ വെട്രി വേൽ മുരുകനക്ക് ഹരോഹര. അപ്പോൾ ഇത് ഞാൻ ഒന്നുകൂടെ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് എഴുതിയിട്ടേക്കാം. നിങ്ങൾ അത് ഒന്നുകൂടെ നോക്കിയിട്ട് ജപിക്കുക. ഇത് ജപിക്കുമ്പോൾ നിങ്ങൾക്ക് ഏത് കാര്യമാണോ നടക്കേണ്ടത്, ഇപ്പോൾ ഒരു ഭൂമി വാങ്ങുന്നതാണ്, അല്ലെങ്കിൽ വീട് വയ്ക്കുന്നതാണ്, അത് മനസ്സിലൊന്ന് ചിന്തിച്ചിട്ട് ഇത് ജപിക്കുക. ഭഗവാൻ ആ കാര്യം നടത്തിയിരിക്കും. ഭക്തിയോടെ ചെയ്താൽ ആശ്ചര്യமான അത്ഭുതமான കാര്യമാണ്. ഭയങ്കര ഒരു രഹസ്യമാണത് കേട്ടോ. അപ്പോൾ അത് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ, ഒരു ലോൺ പാസ്സാകുന്നതായിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു ചിട്ടി അടിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ നമ്മളെക്കാട്ടിലും കൂടുതൽ ഭാഗ്യമുള്ളവർക്കാണെങ്കിൽ അവർക്ക് അടിക്കത്തുള്ളായിരിക്കും. പക്ഷേ ചിലപ്പോൾ നമുക്ക് ആ സമയത്ത് എന്തെങ്കിലും ഒരു അർഹതയുണ്ട്, ഭഗവാൻ അത് ചെയ്തു തരും. പിന്നെ നമുക്കൊരു ഭൂമി വാങ്ങുന്നതായിക്കോട്ടെ, അല്ലെങ്കിൽ നമുക്ക് ഒരു ഏത് കാര്യത്തിനും നമുക്ക് ആ സമയത്ത് അത് ലഭിക്കാൻ എന്തെങ്കിലും സാധ്യത ഉണ്ടെങ്കിൽ ഭഗവാൻ അത് ചെയ്തു തരും. അല്ലെങ്കിൽ ഇന്നലെ നാളെ ആണെങ്കിലും നമുക്ക് ആ ഭഗവാൻ കാര്യം നേടിത്തരും. ദിവസവും ചെയ്യുക. ഓഫീസിൽ വെക്കാം, വീട്ടിൽ വെക്കാം, കാറേ വെക്കാം, വാഹനത്തിലൊക്കെ വെക്കാൻ നല്ലതാണ്. എല്ലാ ആപത്തുകളെയും തടുക്കും. സത്യമായ കാര്യമാണ് ഞാൻ പറയുന്നത്. ഇത് ഇപ്പം വണ്ടി കൊണ്ട് ജീവിക്കുന്ന ഒരുപാട് നമ്മുടെ വീഡിയോ കാണുന്നവരുണ്ട്. ഇപ്പം വാഹനം കൊണ്ട് ജീവിക്കണം, അവർക്കൊക്കെ ചെയ്യാം. പിന്നെ വീട്ടിൽ വയ്ക്കാം. ഓഫീസിൽ കച്ചവടം ഉള്ളവരുണ്ട്, നമ്മൾ ഒരുപാട് വീഡിയോ കാണുന്നത്. ആർക്ക് വേണേലും ചെയ്യാം. വീട്ടിലോ ഓഫീസിലോ വണ്ടിയിലോ ഒക്കെ വയ്ക്കാം. ഇതിന് അധികം വിലയൊന്നുമില്ല, 100-150 രൂപയുടെ ആകത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ അത് ചെയ്യുക. ഇത് താഴെ ഇങ്ങനെ ഒട്ടിച്ച് വെക്കാം. ഇത് ഞാനിങ്ങനെ ഒട്ടിച്ച് വെച്ചിരിക്കുക. അങ്ങനെയുള്ള കിട്ടും, ഒട്ടിച്ച് വെക്കാണ്. അപ്പം പല രീതിയിലുള്ള കിട്ടും. അല്ലെങ്കിൽ ഇങ്ങനെ വെക്കാൻ ചെറിയ വേൽ മതി. ഇപ്പോൾ ഞാനത് വീഡിയോ കാണിച്ചിട്ടുള്ളൂ. അതുപോലെ ഒരു വേൽ നിങ്ങൾ വെക്കുക. ഭഗവാനെ ഭക്തിയോടെ വിശ്വാസത്തോടെ നിങ്ങൾ വിളിക്കുക. പിന്നെ ഇടയ്ക്ക് ഭഗവാനെ നിങ്ങൾ ചൊവ്വാഴ്ച മുരുകക്ഷേത്രത്തിൽ പോയി ഭഗവാന് ത്രിമധുരം ഒക്കെ ചെയ്യാം. അല്ലെ പഞ്ചാമൃത അഭിഷേകമൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇടയ്ക്ക് വഴിപാടുകൾ ചെയ്തോണം കേട്ടോ. നമ്മൾ ഭഗവാനോടുള്ള നന്ദി, സ്നേഹം ഒക്കെ നമുക്ക് കൂടുതൽ ഉയർച്ചകൾ ഉണ്ടാകുമ്പോൾ ഭഗവാനും എന്തെങ്കിലുമൊക്കെ ചെയ്യണം. മനസ്സിലായില്ലേ? അതുകൂടെ ചെയ്തോണം പറ്റുന്ന പോലെ കേട്ടോ. ഇത് എല്ലാ ഗുണങ്ങളും ഉണ്ടായി വരും, യാതൊരു സംശയം വേണ്ട. എല്ലാ തടസ്സങ്ങളും മാറും, ആഗ്രഹങ്ങളും സാധിച്ചു കിട്ടും എന്നുള്ളതാണ്. ഇതെല്ലാം നല്ല കാര്യങ്ങളാണ് കേട്ടോ. ഒരുപാട് അനുഭവം ഉണ്ടായ നല്ല കാര്യങ്ങളാണ് പറയുന്നത്. ഇതെല്ലാം നമ്മളുടെ മനസ്സൂടെ ആ ചെയ്യുന്ന കാര്യത്തിൽ വരണം. അപ്പോഴാണ് നമുക്ക് ആ കാര്യസാധ്യം ഉണ്ടാകുന്നത്. മനസ്സിൽ സംശയമോ നിരാശയോ
അമിത ആഹ്ലാദമൊന്നും ഉണ്ടെങ്കിൽ അതൊന്നും ഫലവത്താകണമെന്നില്ല. നമ്മുടെ ശുദ്ധമായ മനസ്സും വിശ്വാസവും കൂടെ ഉണ്ടാകണം കേട്ടോ. അതുകൂടെ എപ്പോഴും ഓർത്തുകൊള്ളുക. ഇനിയും പറയാൻ പോകുന്ന കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ തലയിലെടുത്ത് മാറ്റാൻ പോകുന്ന കാര്യമാണ് പറയാൻ പോകുന്നത്. ഈ പറയാൻ പോകുന്ന കാര്യം ആര് കേൾക്കുന്നോ ആരറിയുന്നോ, നമ്മുടെ വീഡിയോ എല്ലാ തരത്തിലുള്ള ആളുകളും കാണുന്നു, എല്ലാ വിഭാഗത്തിലുമുള്ള എല്ലാ ഹൈ പൊസിഷനിൽ അല്ലെങ്കിൽ സാധാരണ നിലയിലെ ഒരുപാട് മേഖലകളിലുള്ള ആളുകൾ, ഒരുപാട് രാജ്യങ്ങളിലുമുള്ള മലയാളികൾ കാണുന്നു. ആര് കാണുന്നോ ഈ വീഡിയോ, ഈ പറയുന്ന കാര്യം, ഈ പറയുന്ന വീഡിയോയിൽ ഈ പറയുന്ന ടൈമിൽ ആര് കാണുന്നു അവിടെ തലയിലെടുത്ത് മാറിയിരിക്കും. സംശയം വേണ്ട. ഫസ്റ്റ് വൺ നമ്മുടെ തലയിലെടുത്ത് മാറ്റുന്ന ഒരു കാര്യമാണ് യാത്ര. ഞാൻ പറയുന്നത് മുഴുവൻ മനസ്സിലാക്കിയിട്ട് ചെയ്യണം. യാത്ര, ആഴ്ചയിൽ ഒരു യാത്ര ചെയ്യണം. അത് ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ കണ്ടങ്ങളൊക്കെ ഉള്ള നല്ല ഇടവഴി, നല്ല വഴികളൊക്കെ ഉണ്ടല്ലോ, ഈ കണ്ടങ്ങളൊക്കെ ഉള്ള അങ്ങനെയുള്ള ആ ഭാഗങ്ങളിലൂടെ ഒക്കെ നമ്മൾ ഒരു കാറിലോ അല്ലെങ്കിൽ ഒക്കെ നമ്മൾ യാത്ര ചെയ്യണം. എന്നിട്ട് അവിടെ ഇടയ്ക്ക് നല്ല പ്രകൃതി രമണീയമായ ഈ കണ്ടങ്ങൾ ഉള്ളിടത്ത് ഇറങ്ങി നിൽക്കണം. ആ പ്രകൃതിയെ ഒന്ന് ആസ്വദിക്കണം. പിന്നല്ലേ നമുക്ക് കടപ്പുറം കാണാൻ പോകാം. ആഴ്ചയിൽ ഒരു നല്ല രീതിയിലുള്ള യാത്ര, ലഹരി അത് ഇതൊന്നും ഉപയോഗിക്കരുത്. ആ പ്രകൃതിയെ അറിയാൻ, പ്രകൃതിയിൽ ചേർന്ന് നിന്ന് ആ പ്രകൃതിയെ അനുഭവിക്കണം. ചുമ്മാ ഈ വർത്താനം പറഞ്ഞ് ഒരുപാട് വർത്താനം പറഞ്ഞ് ഓവറാക്കരുത്. കുറച്ച് മൗനത്തിൽ ആ പ്രകൃതിയെ നോക്കിക്കണ്ട് മനസ്സിലൊന്ന് ആസ്വദിക്കുക. മൗനത്തിൽ അല്പം ആ പ്രകൃതിയെ അല്പനേരം ഒന്ന് വർത്താനം പറഞ്ഞോ കുഴപ്പമൊന്നുമില്ല, എങ്കിലും ഇടയ്ക്ക് ഒരു ചെറിയ മൗനത്തിൽ ആ പ്രകൃതിയെ ഒന്ന് നോക്കി അല്പനേരം ആ മനസ്സ് നമ്മൾ അതിലോട്ട് കൊടുക്കുക. ഡെഫിനറ്റാണ് ജീവിതം മാറിയിരിക്കും. ഇതിനകത്ത് ചില രഹസ്യങ്ങളുണ്ട്. അതായത് യാത്ര എന്ന് പറഞ്ഞാൽ അത് ഓരോ യാത്രയും ഓരോ അനുഭവങ്ങളാണ്. അത് ചെറിയ യാത്രയായിക്കോട്ടെ വലിയ യാത്രയായിക്കോട്ടെ. നിങ്ങൾ വലിയ പൈസ മുടക്കി യാത്ര ചെയ്യണമെന്നും ഞാൻ പറയുന്നില്ല, ചെറിയ കാര്യങ്ങളാണ് പറയും. ചെറിയ യാത്രയായിക്കോട്ടെ വലിയ യാത്ര ആയിക്കോട്ടെ, ഓരോ നിമിഷവും ഓരോ യാത്രയിലും പുതിയ അനുഭവങ്ങളാണ് ഉണ്ടാകുന്നത്. ഈ പുതിയ അനുഭവങ്ങൾ നമ്മളുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ ഉണർത്തും. നമ്മുടെ മൈൻഡ് ബ്ലോക്ക് മാറും. മൈൻഡിൽ എപ്പോഴും എന്നെ ഒന്നിനും കൊള്ളാത്തവനാ, അല്ലെങ്കിൽ അവർക്ക് മാത്രം ഉയർച്ച ഉണ്ടായിരുന്നു, എനിക്ക് മാത്രം ഉയർച്ച ഉണ്ടാകുന്നില്ല എന്നുള്ള മൈൻഡ് ബ്ലോക്കുകൾ എല്ലാവരുടെയും മനസ്സിൽ, മിക്കവാറും എല്ലാവരുടെയും മനസ്സിൽ ഉണ്ടായിരിക്കും. ഈ മൈൻഡ് ബ്ലോക്കുകൾ മാറിക്കിട്ടും. നമ്മുടെ മനസ്സിൻ്റെ മനസ്സിലേക്ക് ആ മനസ്സുണരും. മനസ്സിൻ്റെ മനസ്സുണരും. സബ് കോൺഷ്യസ് മൈൻഡിൽ ഒരു ഉണർവുണ്ടാകും. സബ് കോൺഷ്യസ് മൈൻഡിനെ ഉണർത്തുന്നത് പുതിയ പുതിയ അനുഭവങ്ങളാണ്. യാത്രയിൽ എപ്പോഴും നമ്മൾ എന്ത് യാത്ര ചെയ്താലും പുതിയ പുതിയ കാഴ്ചകളെ, പുതിയ പുതിയ അനുഭവങ്ങളുണ്ടാകും. പ്രത്യേകിച്ച് പ്രകൃതിയെ കാണുമ്പോൾ, അതൊരു മൗനത്തിൽ ആസ്വദിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ആ മനസ്സ് ഫ്രഷാകും. മനസ്സിലെ ആ ഉപബോധ മനസ്സ് കൂടുതൽ പ്രവർത്തിക്കാൻ തുടങ്ങും. സത്യമാണ്. നിങ്ങൾ ചെയ്യുന്ന ഉദ്ദേശം ആഴ്ചയിൽ ഒരു യാത്ര ചെയ്യണം. എന്നിട്ട് നിങ്ങൾ ഇടയ്ക്ക് ആ നല്ല പ്രകൃതി രമണീയമായ സ്ഥലത്ത് ഇറങ്ങി നിന്ന് അതൊക്കെ ആസ്വദിക്കുക. പിന്നെ ആവശ്യത്തിന് സംസാരിക്കുക. കുറച്ചു നേരമെങ്കിലും മൗനത്തിലൊന്ന് നിന്ന് അതിനൊന്ന് അനുഭവിക്കണം. ആ പ്രകൃതിയെ ഒന്ന് നോക്കുക, അത്രയും മതി. നോക്കി ഇച്ചിരി നേരം ഒന്ന് നിൽക്കുക അവിടെ. പിന്നെ ഒരു ചെറിയ കടയിൽ എവിടെയൊക്കെ കയറി ഇച്ചിരി ഭക്ഷണം കഴിക്കുക. ഒരു ചെറിയ യാത്ര. ഇത് ആഴ്ചയിൽ ഒന്നെങ്കിലും ചെയ്യണം. നമ്പർ 2, ജീവിതത്തിൽ ചേഞ്ചുകൾ വരുത്തണം. എങ്ങനെയാണ് ചേഞ്ചുകൾ വരുത്തുന്നത്? ഇപ്പം ഞാൻ അല്ല നിങ്ങളായിക്കോട്ടെ, ഞാൻ എപ്പോഴും പറയുന്ന കാര്യമുണ്ട്, പുതുവസ്ത്രങ്ങൾ എപ്പോഴും ധരിക്കണം. ആ മാസത്തിലൊന്നെങ്കിലും ഒരു പുതിയ വസ്ത്രം എടുക്കണം. അത് വില കൂടിയതോ കുറഞ്ഞതായിക്കോട്ടെ, അവനവനെ കൊണ്ട് പറ്റുന്ന പോലെ. ചെരുപ്പുകൾ ഇടയ്ക്ക് മാറണം. നിങ്ങളിരിക്കുന്ന കസേര ഉണ്ടെങ്കിൽ ആ കസേരകൾ ഇടയ്ക്കിടയ്ക്ക് മാറണം. അത് എന്നുവെച്ചാൽ മാസം മാറണമെന്നല്ല, പക്ഷേ എങ്കിലും അത് കുറച്ച് പഴയ കഴിയുമ്പോൾ മാറണം. പഴയ ആർക്കെങ്കിലും കൊടുത്തേക്കണം, കളയരുത്. ആവശ്യക്കാർ കാണും. അതുപോലെ നമ്മൾ കിടക്കുന്ന ബെഡ്, അതിൻ്റെ ഒരു കുറച്ച് കാലാവധി കഴിയുമ്പോൾ പുതിയത് മാറ്റണം. ഇങ്ങനെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പേഴ്സ് ആയിക്കോട്ടെ, പേന ആയിക്കോട്ടെ, പുതിയത് അതിൻ്റെ ഒരു കാലാവധി കഴിഞ്ഞ് മതി, മാറ്റിക്കൊണ്ടേയിരിക്കണം. ഇങ്ങനെ ഞാനൊരു ഉദാഹരണം പറയാം. ഞാൻ ഒരാൾക്ക് പറഞ്ഞു കൊടുത്ത ഒരു കാര്യമാണ്. ഈ ഒരാളുടെ ഒരു ഓഫീസിൽ അയാൾക്ക് ഓഫീസിലെ അയാളുടെ കുറഞ്ഞ പൈസയ്ക്ക് കുറച്ച് ഫർണിഷ്മെൻ്റൊക്കെ നടത്തി ഒരു ചേഞ്ച് വരുത്തി കഴിഞ്ഞപ്പം അയാളുടെ വരുമാനത്തിൽ മാറ്റമുണ്ടായി. പിന്നെ അയാൾ ഇപ്പം എന്നും ചെറിയ ആക്റ്റീവല്ല പോകുന്നത്. അപ്പോൾ ഒരു കാറൊക്കെ അവനവൻ്റെ വരുമാനം അനുസരിച്ച് മതി. ഇപ്പം CC ഒക്കെ പിടിപ്പിച്ച് ഒരു കാർ എടുത്തു കഴിയുമ്പോൾ അയാളുടെ ജീവിതത്തിൽ ഒരു മാറ്റം വരും.
ഈ പണക്കാരെപ്പോഴും ശ്രദ്ധിച്ചോ, പുതിയ പുതിയ ഇതുപോലെ വസ്തുക്കൾ വാങ്ങിക്കൊണ്ടിരിക്കും. എന്ന് വെച്ചാൽ പൈസ ഇല്ലാത്തടത്ത് വാങ്ങണമെന്നല്ല, നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ. മനസ്സിലായില്ലേ? അങ്ങനെ പുതിയ ഇപ്പോൾ ഒരു ആക്റ്റീവ പോകുന്ന ഒരുത്തിനൊരു കാർ എടുത്തു കഴിയുമ്പോൾ അവനെക്കുറിച്ചുള്ള ധാരണ മാറും. എടാ എനിക്കിതിനുള്ള കഴിവുണ്ടല്ലോ എന്ന് അപ്പോഴേ, അല്ലാതെ എനിക്കിതിനുള്ള കഴിവുണ്ട് എന്ന് കണ്ണാടി നോക്കി പറഞ്ഞാൽ അതൊന്നും മനസ്സ് വിശ്വസിക്കുന്നില്ല. ചെയ്ത് കാണിക്കുമ്പോൾ ഇപ്പോൾ ഒരു ആക്റ്റീവ ദിവസം പോകുന്ന ഒരാൾ, അവൻ കുറേ പൈസ സമ്പാദിച്ച് കടം മേടിക്കണമെന്നല്ല, അവനവൻ്റെ കുറച്ച് നാൾ ശ്രമിച്ചാൽ നമുക്കിതൊക്കെ നേടിയെടുക്കാം. ഒരു കാർ വാങ്ങുമ്പോൾ അവന് തന്നെ മനസ്സിലാകുകയാണ്, എടാ എനിക്കിതിന് കഴിവുണ്ടല്ലോ. അത് സ്വയം മനസ്സിലാകും. അത് സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് എത്തും. എനിക്കിത്രയും കഴിവുണ്ടല്ലോ, എനിക്കിതിന് പറ്റുമല്ലോ എന്നൊരു ആത്മവിശ്വാസം ഉണ്ടാകും. ആ ഒരൊറ്റ ആത്മവിശ്വാസമാണ് ഈ ലോകം മാറ്റിമറിച്ച വ്യക്തികളുടെ എല്ലാം മനസ്സിലുണ്ടായ ഒരൊറ്റ ആത്മവിശ്വാസമാണ്. വലിയ ഭരണാധികാരികളായിക്കോട്ടെ, ഈ ജീവിതത്തിൽ വലിയ ഉയർച്ചകൾ നേടിയവരായിക്കോട്ടെ, എല്ലാം ഈ ഒരു ആത്മവിശ്വാസം, മാറ്റത്തിൻ്റെ ഒരു ആത്മവിശ്വാസമാണ് അവർ ലോകം തന്നെ മാറ്റിമറിച്ചത്, അല്ലെങ്കിൽ അവരുടെ ലോകം മാറ്റിമറിച്ചത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് ആ ചേഞ്ച് കൊണ്ടുവരണം. ആ ചേഞ്ച് കൊണ്ടുവന്ന് കഴിയുമ്പോൾ നമുക്ക് തന്നെ നമ്മളെക്കുറിച്ചൊരു ധാരണ ഉണ്ടാകും, എന്നെക്കൊണ്ട് ഇതൊക്കെ പറ്റുമല്ലോ എന്ന് ആ ചിന്ത ഉണ്ടായി കഴിയുമ്പോൾ നമ്മുടെ വരുമാനം വർദ്ധിക്കുകയും നമ്മൾ അതിനുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുകയും നമ്മൾക്ക് തന്നെ പിന്നീട് നമ്മൾ ചെയ്യുന്നതെല്ലാം നമ്മുടെ ജീവിതത്തിൽ വരുമാനം വർദ്ധിപ്പിക്കാനുള്ള കാര്യങ്ങളായിരിക്കും. നമുക്ക് നമ്മളെക്കുറിച്ചുള്ള ധാരണയാണ് ആദ്യം മാറേണ്ടത്. ആ ധാരണ മാറണമെങ്കിൽ ജീവിതത്തിൽ ചില ചേഞ്ചുകൾ കൊണ്ടുവരണം. ആ ചേഞ്ചുകൾ കൊണ്ടുവന്നാലേ മാറത്തുള്ളൂ. ഞാൻ പറയുന്നത് സത്യമായിട്ടുള്ള കാര്യമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ കുറേ ചേഞ്ചുകൾ നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ കൊണ്ടുവരണം. നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ച് തന്നെ ഒരു വലിയ ധാരണ ഉണ്ടാകും. ആ ധാരണയാണ്, ആ ആത്മവിശ്വാസമാണ് വലിയ വലിയ നേട്ടങ്ങളിലേക്ക് നിങ്ങളെ എത്തിക്കുന്നത്. അതൊരു ധൈര്യമാണ്. ആ ധൈര്യമാണ് വേണ്ടത്. അല്ലാതെ നമുക്ക് വലിയ അറിവോ വലിയ കാര്യങ്ങളൊന്നുമല്ല. ഈ ഒരു ധൈര്യം, എനിക്ക് അതിന് സാധിച്ചല്ലോ, അങ്ങനെ ഓരോ കാര്യങ്ങളും അങ്ങനെ നേടുമ്പം മനസ്സിനൊരു അപാരമായ ധൈര്യം ഉണ്ടാവും, ആത്മവിശ്വാസം. അത് പല ചേഞ്ചുകൾ വരുത്തുമ്പോഴേ ആത്മവിശ്വാസം ഉണ്ടാകത്തുള്ളൂ. ഈ വണ്ടിയൊക്കെ ഓടിക്കാൻ പേടിയുള്ള ആളുകൾക്ക് ഞാൻ ചില വിദ്യകൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, ചില കാര്യങ്ങൾ. ഇന്ന് അവരൊക്കെ വളരെ സ്മൂത്തായിട്ട് വളരെ ധൈര്യത്തോടെ കൂടിയാണ് വണ്ടികൾ ഓടിക്കുന്നു, വീണ്ടും വണ്ടികൾ എടുക്കുന്നു. ലൈഫ് അങ്ങ് ചേഞ്ച് ആവുകയാണ്. നമ്മൾ ജീവിതത്തിലൊരു മാറ്റവും കൊണ്ടുവരുന്നില്ലെങ്കിൽ, ലാഭിക്കാൻ വേണ്ടി അല്ലെങ്കിൽ പിശുക്കാൻ വേണ്ടി നമ്മൾ ഒന്നും മാറ്റങ്ങൾ കൊണ്ടുവരുന്നില്ലെങ്കിൽ ഒരിക്കലും നമ്മുടെ ജീവിതം വലിയ രീതിയിൽ മാറാൻ വലിയ തടസ്സമാണ്. മാറ്റങ്ങൾ കൊണ്ടുവരണം, ചേഞ്ച് കൊണ്ടുവരണം. ഉറപ്പാണ്. അത് നിങ്ങൾ വിചാരിക്കും ചെറിയൊരു കാര്യമല്ല കേട്ടോ, വലിയൊരു കാര്യമാണ്. നിങ്ങൾ ഇടയ്ക്ക് നമ്മളിപ്പം ചെറിയ കടകളിലാണ് കയറുന്നത്. ഈ ഇടയ്ക്ക് വലിയ കടകളിൽ കയറണം. വലിയ കടകളിൽ ഇടയ്ക്ക് കയറണം. എനിക്ക് എന്നും കയറണമെന്നല്ല, നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് വല്ലപ്പോഴെങ്കിലും വലിയ കടകളിൽ കയറണം. ആ ഒരു ആംബിയൻസ്, ആ ഒരു ഇത് നമ്മൾ അനുഭവിക്കണം. അവിടെ ഈ കടയിൽ കയറാൻ എനിക്കും സാധിക്കും, അല്ലെ എൻ്റെ അതിനുള്ള പണമുണ്ട് എന്ന് ആ ഒരു നിമിഷമെങ്കിലും നമുക്കൊരു ഒരു മനസ്സിൽ നമുക്കൊരു ചേഞ്ച് ഉണ്ടാവും. അപ്പോൾ ആ ഒരു ചേഞ്ച്, ആ ഒരു ആത്മവിശ്വാസം കൂടി വരുമ്പോൾ നമ്മൾ കൂടുതൽ സാമ്പത്തികം ഉണ്ടാകാനുള്ള പുതിയ കാര്യങ്ങൾ ചെയ്യാനും നമുക്ക് ഒരു കേപ്പബിലിറ്റി അല്ലെങ്കിൽ ഒരു സ്കില്ല് നമ്മുടെ മനസ്സിൽ നിന്നും നമ്മുടെ ആ മനസ്സ് തന്നെ നമുക്ക് അതിനുള്ള ഒരു കഴിവ് തരും. അപ്പോൾ വല്ലപ്പോഴും ഒക്കെ അതുപോലെ തന്നെ നമ്മൾ ഈ കടയിൽ കയറുന്നു, വലിയ കടകളിലും എവിടെ ആയിക്കോട്ടെ, അവിടെ ഈ നമുക്ക് സപ്ലൈ ചെയ്യുന്ന കൊണ്ടുവരുന്നവർക്ക് ടിപ്പ് കൊടുക്കണം. ഞാൻ സത്യമായിട്ടാണ് പറയുന്നത്, നിങ്ങളുടെ ജീവിതത്തിൽ പൈസ വരും. നിങ്ങൾ പൈസ പിശുക്കി മാറ്റി വെക്കുന്നവർക്ക് ഒരിക്കലും പൈസ വരത്തില്ല. അവർക്ക് സന്തോഷമായിട്ട് പറ്റുന്ന പോലെ ഒരു ടിപ്പ് കൊടുക്കുക. ഇതൊന്നും എനിക്ക് ചെറുപ്പത്തിൽ ആരും പറഞ്ഞു തന്നിട്ടില്ല. പക്ഷേ ഞാൻ പഠിച്ചത് കൊമേഴ്സാണ്. ഞാൻ ഈ ഫിനാൻസ് സംബന്ധമായ എല്ലാ കാര്യങ്ങളും അതിനെക്കുറിച്ചും പഠിക്കുകയും ചെയ്യുന്ന ആളുമാണ്, ഫിനാൻസ് സംബന്ധമായ. അപ്പം ഞാൻ കോളേജിലൊക്കെ ആണെങ്കിലും മാർക്കറ്റിങ്ങിനൊക്കെ എനിക്ക് നല്ല മാർക്കുണ്ടായിരുന്നു. ഞാൻ അങ്ങനെ എൻ്റെ ജീവിതത്തിൽ അത് കഴിഞ്ഞ് ഞാൻ ഇതുപോലെ ഈ കൊമേഴ്സുമായി അല്ലെങ്കിൽ ബിസിനസ്സുമായി മാർക്കറ്റിങ്ങുമായി ബന്ധപ്പെട്ട നിരവധി കാര്യങ്ങളെക്കുറിച്ച് ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളും ഒക്കെയാണ്. ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം, നമ്മളിപ്പോൾ ഒരു ഹോട്ടലിൽ കയറി, അപ്പോൾ അവർക്ക് സപ്ലൈ ചെയ്യുന്നവർക്ക് ഒരു ടിപ്പ് കൊടുക്കുക. അപ്പം നമുക്ക് തോന്നുന്നു ഈ ടിപ്പ് കൊടുത്താൽ നമ്മുടെ ജീവിതം എങ്ങനെ മാറും. നമുക്ക് തന്നെ നമ്മളെക്കുറിച്ചൊരു ആത്മവിശ്വാസം വരും. എടാ എനിക്ക് അതിനൊരു കഴിവുണ്ട്, അല്ലെങ്കിൽ എനിക്കത് സാധിക്കുന്നുണ്ട്. മാത്രമല്ല ഒരാൾക്ക് അത് കൊടുക്കുമ്പം നമ്മൾക്കൊരു ചേഞ്ച് ഉണ്ടാവുകയാണ് അവിടെ. നമ്മൾക്ക് എപ്പോഴും ആ മനസ്സിലെ ദാരിദ്ര്യം അങ്ങ് മാറും. കൊടുക്കുമ്പോഴേ ദാരിദ്ര്യം മാറത്തുള്ളൂ. നമ്മളെക്കൊണ്ട് പറ്റുന്ന പോലെ ചെയ്യുക.
ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ പരീക്ഷിച്ച് നോക്കിയോ, ലൈഫ് ചേഞ്ച് ആവും. നമ്മൾ ജീവിതം മാറാൻ വേണ്ടി ചില കാര്യങ്ങൾ ചെയ്യണം, അപ്പോഴേ ജീവിതം മാറത്തുള്ളൂ. അല്ല ഒന്നും ജീവിതം മാറത്തില്ല. ജീവിതം മാറാൻ ചില കാര്യങ്ങൾ ചെയ്യണം, അപ്പോൾ ജീവിതം മാറും. അങ്ങനെയുള്ള ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. യാത്ര, പിന്നെ ആഴ്ചയിലൊരു യാത്ര ചെയ്യണം, പ്രകൃതിരമണീയമായ സ്ഥലങ്ങളിലേക്ക് പോകണം. അത് ഒരുപാട് ദൂരെയോ വലിയ പൈസ മുടക്കി പോകണമെന്നല്ല. നമ്മുടെ അടുത്ത് തന്നെ കുട്ടനാട്ടിലും എത്രയോ നല്ല സ്ഥലങ്ങളുണ്ട്. ആ ഗ്രാമങ്ങളിലൂടെ ഒന്ന് സഞ്ചരിച്ചാൽ മതി. നല്ല മനോഹരമായ പാടങ്ങൾ, അവിടെയൊക്കെ ഒന്ന് ഇച്ചിരി നേരം ഇറങ്ങി നിന്ന് അതിനെ ഒന്ന് ആസ്വദിക്കുക. ആ ആസ്വദിക്കുന്ന സമയം അധികം സംസാരിക്കാതെ ആസ്വദിക്കണം. ചുമ്മാ കൈ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കരുത്. ഇങ്ങനെ വർത്തമാനം പറഞ്ഞു, അല്ലാത്ത സമയമൊക്കെ പറഞ്ഞു, പക്ഷെ മൗനത്തിലൊന്ന് ആസ്വദിക്കണം. അതിലൊരു പവറുണ്ട്, അതുകൊണ്ട് മൗനത്തിനൊരു ശക്തിയുണ്ട്. പിന്നെ ചെറിയ കടകളിൽ കയറി ഒരു ഭക്ഷണമൊക്കെ കഴിക്കുന്നു, ആ യാത്രയൊന്ന് ആസ്വദിക്കുന്നു. ആഴ്ചയിലൊന്ന് എല്ലാവരും നല്ലൊരു ഒരു അനുഭവമായിരിക്കണം. ഒരു യാത്ര കൊണ്ട് ജീവിതം മാറത്തില്ല, പല യാത്ര കൊണ്ട് ജീവിതം മാറിയിരിക്കും. ഡെഫിനറ്റാണ്, ഉറപ്പാണ്. കാരണം നമ്മുടെ മൈൻഡിലെ ബ്ലോക്ക് എല്ലാം മാറും. പിന്നെ ഇടയ്ക്ക് ദൂരെയുള്ള ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തണം, അത് നല്ലൊരു യാത്രയും കൂടാണ്. പിന്നെ നമ്മളൊരു ചേഞ്ച് കൂടാണ്. നമ്മളെപ്പോഴും അടുത്തുള്ള ക്ഷേത്രത്തിൽ പോകണം, അതോടൊപ്പം ദൂരെയുള്ള അതൊരു ചേഞ്ച് കൂടാണ്. ഇടയ്ക്കിടയ്ക്ക് അതും ചെയ്യണം, മാസത്തിലൊന്ന്. ഇങ്ങനെ ജീവിതത്തിൽ ചേഞ്ച് കൊണ്ടുവരണം. നമ്മൾ ചെയ്യുന്ന രീതികളൊക്കെ ഒന്ന് ചെറുതായിട്ട് മാറ്റിപ്പിടിക്കണം. ആ ചേഞ്ചുകളാണ് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ ഉണർത്തുന്നത്. മനസ്സിലായത്? പുതിയ അനുഭവങ്ങളാണ് സബ് കോൺഷ്യസ് മൈൻഡിനെ ഉണർത്തുന്നത്. രണ്ടാമത്തെ കാര്യം പറഞ്ഞത്, ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും ഒരു ചേഞ്ച് പറ്റുന്ന പോലെ കൊണ്ടുവരണം എന്നുള്ളതാണ്. മനസ്സിലായല്ലോ? അപ്പോൾ ഇത് ഇനിയും പറയാം. ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് നിർത്തുകയാണ്. ഞാൻ പുത്തങ്കാവിലമ്മയുടെ ഒരു ഫോട്ടോ നിങ്ങളെ കാണിക്കാം. നിങ്ങൾ ആ ഫോട്ടോ ഒന്ന് കണ്ടു നോക്കുക. ഈ ഫോട്ടോ നിങ്ങളെ കാണിച്ചു എന്തിനാണെന്ന് ചോദിച്ചാൽ, നിങ്ങൾ ഈ ഫോട്ടോ ഇവിടെ വരാൻ പറ്റാത്തവർ ഈ ഫോട്ടോ ഇപ്പം കണ്ടല്ലോ, ഈ ഫോട്ടോ നിങ്ങൾക്ക് മൊബൈലിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം. ഈ ഫോട്ടോ നിങ്ങൾ നോക്കിയെങ്കിലും പ്രാർത്ഥിക്കണം, അമ്മയെ വിളിക്കണം. പായിപ്പാട് പുത്തൻകാവിലമ്മ. പറ്റുന്നവർ, വരാൻ പറ്റുന്നവർ വന്ന് മാസത്തിലോ, വെള്ളിയാഴ്ച പ്രധാനമാണ് കേട്ടോ, മാസത്തിൽ ഏതെങ്കിലും വെള്ളിയാഴ്ചയോ അല്ലെങ്കിൽ അമ്മയെ വന്ന് കണ്ടു തൊഴുക പറ്റുന്നവർ. അല്ലാത്തൊരു ഫോട്ടോ കണ്ടെങ്കിലും നിങ്ങൾ ലോകത്തിന് എവിടെ ഇരുന്ന് വേണമെങ്കിലും പ്രാർത്ഥിച്ചു. നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് അനുഗ്രഹങ്ങളുണ്ടാകും. അമ്മ ഭദ്രകാളിയാണ്, അമ്മയ്ക്ക് അപാരമായ ശക്തിയുണ്ട്. എനിക്ക് 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 അതിനെക്കുറിച്ച് സംസാരിക്കാൻ പോലും അതിനൊക്കെ അപ്പുറത്താണ് അമ്മയുടെ. എനിക്ക് അതിനൊക്കെ കഴിവില്ല അമ്മയുടെ. അതുപോലെ അമ്മയുടെ ശക്തിയെക്കുറിച്ച് വർണ്ണിക്കാനുള്ള കഴിവ് എനിക്കില്ല. ഞാനൊരു കാര്യം വെറുതെ പറയത്തില്ലെന്ന് എൻ്റെ വീഡിയോ കാണുന്നവർക്കൊക്കെ അറിയാം. കാര്യമുള്ള കാര്യം പറയാറുള്ളൂ. നിങ്ങൾ അമ്മയെ വിളിച്ചു. പായിപ്പാട് പുത്തൻകാവിലമ്മ. പുത്തൻകാവ് ഒരുപാടുണ്ട്. ഞാൻ പറയുന്നത് ഇവിടെ ചങ്ങനാശ്ശേരി നാലുകോടി എന്ന സ്ഥലത്ത് എൻ്റെ ഓഫീസിൻ്റെ അടുത്ത ജംഗ്ഷനിലുള്ള പായിപ്പാട് പുത്തൻകാവിലമ്മ. ഫോട്ടോ കാണിച്ച് നിങ്ങൾ അമ്മയെ വിളിച്ചു. നിങ്ങളുടെ ജീവിതം ഉറപ്പായിട്ടും ഒരുപാട് അനുഗ്രഹങ്ങളുണ്ടാവും. ഞാൻ സത്യസന്ധമായിട്ടാണ് പറയുന്നത്. പറ്റുന്നവരിടയ്ക്ക് അവിടെ വന്ന് അമ്മയെ കാണുക. പായിപ്പാട് പുത്തൻകാവിൽ ഭഗവതി ടെമ്പിളിൽ നിന്ന് നെറ്റിൽ അടിച്ചു നോക്കിയാൽ അവിടുത്തെ നമ്പർ കിട്ടും, ലാൻഡ് ഫോൺ നമ്പർ. അത് വിളിച്ച് വഴി ചോദിച്ച് ആവശ്യമുള്ളവർ വരിക. അല്ലാത്തവർ നിങ്ങൾ ഇരിക്കുന്നിടത്ത് നിന്നുകൊണ്ട് ഈ മൊബൈലിൽ സ്ക്രീൻഷോട്ട് എടുത്ത് അമ്മയെ നിങ്ങൾ ദിവസവും പ്രാർത്ഥിക്കുക. നിങ്ങളുടെ പ്രാർത്ഥന അമ്മ കേൾക്കും. എവിടെ ഇരുന്നുകൊണ്ടാണെങ്കിലും പായിപ്പാട് പുത്തൻകാവിലമ്മ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ചാൽ മതി. പായിപ്പാട് പുത്തൻകാവിലമ്മ. പറ്റുന്നവർ വരിക. അമ്മയുടെ അനുഗ്രഹം നിങ്ങൾക്കെല്ലാം ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഇതുവരെ പറഞ്ഞതെല്ലാം ദിവ്യമായ കാര്യങ്ങളാണ്. ജീവിതം മാറ്റുന്ന, ഈശ്വരാനുഗ്രഹം ഉണ്ടാകുന്ന, പ്രകൃതിയെ അറിയുന്ന, ഈശ്വരനെ അറിയുന്ന ദിവ്യമായ കാര്യങ്ങളാണ്. ഇത് വേറെ ഒരിടത്തും നിങ്ങൾക്ക് കിട്ടുകയില്ല ഈ പറഞ്ഞ കാര്യങ്ങൾ. ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് നിർത്തുകയാണ്. ഇന്ന് എനിക്ക് വാട്സപ്പിൽ ഒരാൾ മെസ്സേജ് ചെയ്തു. ഞാൻ അദ്ദേഹത്തിൻ്റെ നമ്പറുമെല്ലാം എൻ്റെ റെഫറൻസ് ബുക്ക് എഴുതി വെച്ചിട്ടുണ്ട്. അതായത് ഞാൻ വെറുതെ ഒരു കാര്യം പറയത്തില്ല. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞത്, അദ്ദേഹം കിടക്കുന്നതിന് മുമ്പ് ഗണപതിയുടെ ഫോട്ടോയുടെ മുന്നിൽ ചെന്ന് നിന്ന് ഓം വിനായകായ നമ, വിനായകരെ എനിക്ക് സമ്പത്ത് നൽകണം എന്ന് പറഞ്ഞിട്ടാണ് കിടക്കുന്നത്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞു കൊടുത്ത ഒരു വിദ്യയാണ്. വീഡിയോ പറഞ്ഞിട്ടുണ്ട്, വീഡിയോ കാണുന്നവർക്കറിയാം. അപ്പോൾ അത് ചെയ്ത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അത്ഭുതകരമായി അദ്ദേഹത്തിന് ഒരു ധനനേട്ടം ഉണ്ടായി നല്ല രീതിയിൽ എന്ന് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ നിങ്ങൾക്കും അതുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആ ഒരു സന്തോഷം ഷെയർ ചെയ്യുന്നേ ഉള്ളൂ. എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഓം കൃഷ്ണായ നമ. ശിവോഹം.
ശിവോഹം ശിവോഹം ശിവശിവ.